Hi, hello, welcome to 90 Plus, India's first animated live tuition. Yes. എന്തുണ്ട് വിശേഷം? ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞടാ. ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. യെസ് അമീഷ, ഗുഡ് ഈവനിങ്. കാർത്തിക്, ഗുഡ് ഈവനിങ്. ഒന്നരക്ക് ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ. ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണ്? കുഴപ്പമൊന്നുമില്ല. യെസ് ബിനി തോമസ്, അഭിനവ്, ഗുഡ് ഈവനിങ്. ഇന്നലെ അവസാനം തന്നെ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു നിങ്ങളാ? ചെയ്യാൻ പറ്റിയ എല്ലാവർക്കും തന്നെ ചെയ്യാൻ നോക്കിയോ? ആൻസർ കിട്ടിയോ? ഏതായിരുന്നു? എലിപ്സ് ആയിരുന്നോ? അല്ലേ, എലിപ്സ് അല്ലായിരുന്നോ? യെസ്. അപ്പൊ നമ്മൾ ഇന്നലെ ഏകദേശം പകുതിയോളം തീർത്തു അല്ലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ. നിങ്ങൾക്ക് സാധാരണ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ നമ്മൾ ഇന്നലെ ഒരു 10-11 കണ്ട ചെയ്തു. നമുക്ക് അതിന്റെ ബാക്കി ചെയ്ത് തീർക്കണം. ഓക്കെ, നമുക്കത് ചെയ്ത് തീരുമ്പോൾ നിർത്തായിരുന്നു, കുഴപ്പമില്ല. ചെയ്ത് നേരത്തെ തീർന്നാൽ ഓക്കെ. അപ്പോ പിന്നെന്തായിരുന്നു? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ബാക്കി നോക്കിയാലോ? നിങ്ങൾ ചെയ്തതിന്റെ ഉത്തരം നിങ്ങൾക്ക് കാണണ്ടേ? ചെയ്തത് കാണണ്ടേ നിങ്ങൾക്ക്? എത്രാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തോണ്ടിരുന്നേ? ഇതല്ലേ നമ്മൾ ചെയ്തോണ്ടിരുന്നേ? Using integration, find the area of region bounded by the ellipse x square by 4 plus y square by 9 is equal to 1 in the first quadrant. അല്ലേ, ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം മതി. ഓക്കെ, അപ്പൊ എക്സിന്റെ റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെ വരും? 0 to 2 മതി അല്ലേ, കാരണം എക്സ് സ്ക്വയർ ബൈ 4 ആണ്. സോ നമുക്ക് എയുടെ വാല്യൂ എത്രയെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. സോ നമ്മൾ 0 to 2 ആ ഒരു റീജിയൻ, ആ ഒരു ബൗണ്ടഡ് റീജിയൻ മാത്രം മതി നമുക്ക്. 0 തൊട്ട് 2 വരെയുള്ള റീജിയൻ മാത്രം മതി. സോ എല്ലാരും കണ്ടുപിടിച്ചെങ്കിൽ ഉത്തരം നോക്കിയാൽ നിങ്ങൾ. അത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? നോക്കിക്കോട്ടോ. ഇതുണ്ടാ, ഇത് എക്സ് ആക്സ്, ഇത് വൈ ആക്സ്. ഇവിടെ മേജർ ആക്സ് വൈ ആണ് വരുന്നത് അല്ലെ, ഇവിടെ മേജർ ആക്സ് വൈ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ട ഈ ഏരിയ കണ്ടുപിടിക്കുന്ന പോർഷൻ നോക്കിയേ. നമ്മൾ നോക്കിയേ ഏത് ക്വാഡ്രന്റാ? ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ മാത്രമേ കാണുന്നുള്ളൂ. അവിടെ നിങ്ങൾ നോക്കിയേ എക്സിന്റെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെയാണ്? 0 to 2 ആണ്. ഓക്കെ, എക്സ് ബൈ 4 എന്നായതുകൊണ്ട് നമ്മൾ എയുടെ വാല്യൂ എത്ര എടുത്തു? 2 എടുത്തു. ഓക്കെ, അപ്പൊ 0 to 2 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷൻ തന്നേക്കുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ അല്ലെ, എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈസ് ഈക്വൽ ടു 1 എന്നാണ് തന്നേക്കുന്നത്. നമ്മുടെ ജനറൽ ഫോം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്നാണ്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് എ ഈക്വൽ ടു 2 എന്നും ബി ഈക്വൽ ടു 3 എന്നും എടുക്കാലോ. സോ നമുക്ക് എന്ത് രീതിയിലോട്ടാക്കണം ഇതിനെ? ഈ ഇക്വേഷൻ എന്തിലോട്ടാക്കണം? y ഈസ് ഈക്വൽ ടു എന്നുള്ള രീതിയിലാക്കണം അല്ലെ. ഈ തന്നിരിക്കുന്നതിനെ നമുക്ക് y ഈക്വൽ ടു എന്നുള്ള ഫോമിലാക്കണം. എന്നിട്ടോ ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രൽ y dx ചെയ്യും അല്ലെ. y എന്നുള്ള രീതിയിലാക്കിയിട്ട് നമ്മൾ ഇന്റഗ്രൽ y dx ചെയ്താൽ നമുക്ക് എന്തായി? ഏരിയ ആയി. പിന്നെ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അത്രയും കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇവിടെ നോക്കിയേ. അപ്പൊ നിങ്ങൾ y ഈക്വൽ ടു എന്നുള്ള രീതിയിലോട്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്തു? y സ്ക്വയർ ബൈ 9 ഈസ് ഈക്വൽ ടു ഈ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയറിനെ അപ്പുറത്തോട്ട് വിട്ടു. അപ്പൊ എന്ത് വന്നു? എക്സ് സ്ക്വയർ ബൈ 4നെ അപ്പുറത്തോട്ട് വിട്ടു. അപ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 കിട്ടി കേട്ടാ. എന്നിട്ട് ഈ y സ്ക്വയർ 9നെ അപ്പുറത്തോട്ട് ഉണ്ടായപ്പോ എന്ത് വന്നു? y സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 നമുക്ക് കിട്ടി. ഓക്കെ, സോ y ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ y സ്ക്വയർ ആണത്. അപ്പൊ y എന്ന് പറയുമ്പോൾ റൂട്ട് എടുത്തേ. 9ന്റെ റൂട്ട് നമ്മൾ 3 ഓൾറെഡി എടുത്തു. ബാക്കിയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയർ റൂട്ടിനകത്ത് ഇട്ടു. അതായത് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 4നെ നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയർ റൂട്ടിനകത്ത് ഇട്ടു. y ഈസ് ഈക്വൽ ടു എടുത്തപ്പോൾ സോ നമുക്ക് നമ്മുടെ y ആയി അല്ലെ. ഇനി ഫസ്റ്റ് ക്വാഡ്രന്റ് റീജിയൻ ഈസ് ബൗണ്ടഡ് ഫ്രം x ഈസ് ഈക്വൽ ടു 0 ടു x ഈസ് ഈക്വൽ ടു 2 ശരിയല്ലേ. x 0 തൊട്ട് x 2 വരെയല്ലേ ഫസ്റ്റ് ക്വാഡ്രന്റ് റീജിയൻ. സോ നമ്മൾ എന്ത് ചെയ്തു? ഏരിയ കാണാൻ a ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 അല്ലെ.
എവിടെ തൊട്ട് എവിടെ വരെ ആ റീജിയൻ ബൗണ്ടഡ് ആയിട്ട് കിടക്കുന്നത് 0 തൊട്ട് 2 വരെയാണ് അല്ലെ. സോ നമ്മൾ 0 to 2 ഇന്റഗ്രൽ ലിമിറ്റ് കൊടുത്തു y dx. ഓക്കെ, ഇന്റഗ്രൽ 0 to 2 y dx. y നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തേ. 0 to 2 3 into root 4 minus x square by 4 dx എന്ന് വരും. ഓക്കെ, 3 into root of 4 minus x square by 4 into dx which is equal to 0 to 2 3 by 2. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഈ by 4 കണ്ടോ താഴെ കിടക്കുന്ന 4, ആ 4 സ്ക്വയർ റൂട്ടിനകത്ത് കിടക്കണേ അല്ലെ. റൂട്ടിന്റെ പുറത്തോട്ട് വരുമ്പോൾ എന്തായി, റൂട്ട് 4 എന്താണ് 2 ആണ്. അപ്പൊ പുറത്തോട്ട് വന്നപ്പോൾ 2 പുറത്തോട്ട് വന്നു കേട്ടോ. ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് 3 by 2 എന്നായി. ഓക്കെ, റൂട്ട് 4 ആണ് നമ്മൾ ഇപ്പൊ പുറത്തോട്ട് എടുത്തത്. എത്രയാണ് 2 എന്ന് എടുത്തു പുറത്ത്. ഓക്കെ, ക്ലിയർ അല്ലേ സ്റ്റെപ്പ്. 3 by 2 റൂട്ട് 4 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനി നോക്കിക്കേ, ഇനി ഇതിനകത്തോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എക്സിന്റെ വാല്യൂ നമ്മൾ എന്ത് കൊടുക്കുക, എക്സിന്റെ വാല്യൂ നമ്മൾ 2 sin തീറ്റ എന്ന് കൊടുക്കുക കേട്ടോ. എക്സിന്റെ വാല്യൂ 2 sin തീറ്റ എന്ന് കൊടുക്കുക. എക്സിന്റെ വാല്യൂ 2 sin തീറ്റ കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേ, ഡി എക്സ് എന്ത് വരും. ഇനി വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഡെറിവേറ്റീവ് എടുക്കുന്നത്, വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ 2 sin തീറ്റ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു തീറ്റ എടുക്കുമ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, 2 cos തീറ്റ എന്ന് വരും. ഓക്കെ, സൈന്റെ ഡെറിവേറ്റീവ് കോസ് അല്ലേ, അപ്പോ സൈൻ തീറ്റ എന്നുള്ളത് കോസ് തീറ്റ ആവും. ഡി എക്സ് ബൈ ഡി ടി എന്നുള്ളത് ഡി ടി അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡി എക്സ് ഈസ് ഈക്വൽ ടു 2 cos തീറ്റ ഡി തീറ്റ എന്നാവും. ഓക്കെ, തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാമല്ലേ, നമ്മളിവിടെ ഡി എക്സ് ബൈ ഡി തീറ്റ ആണ് എടുക്കുന്നത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 sin തീറ്റ എന്നുള്ള എന്ത് കിട്ടും, 2 cos തീറ്റ എന്ന് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഡി ടിനെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 2 cos തീറ്റ ഡി തീറ്റ ആയി. ഓക്കെ, ക്ലിയർ ആവാതെ ഉണ്ടോ, ആലോചിക്കേ. ഉണ്ടെങ്കിൽ പറയണ്ടോ, ഉണ്ടെങ്കിൽ അപ്പാപ്പ ചോദിക്കണം. ഇനി ഞാൻ പറഞ്ഞു, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇവിടെ ലിമിറ്റ് എടുത്തല്ലേ. ഇവിടെ ലിമിറ്റ് എടുത്തപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ എന്താണ്, എക്സ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ 0 to 2 എടുത്തത്. ഓക്കെ, ഇന്റഗ്രൽ 0 to 2 നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്തായി, വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ എടുക്കണം അല്ലെ. വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ എക്സ് 0 ആകുമ്പോൾ, എക്സിന്റെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ തീറ്റ എന്തായിരിക്കും നമുക്കറിയാം. എക്സ് ഈസ് ഈക്വൽ 2 sin തീറ്റ ആണ് അല്ലെ. എക്സ് 2 sin തീറ്റ ആണെങ്കിൽ എക്സ് 0 ആകുമ്പോൾ എന്താ നമുക്ക് എഴുതാം, 2 sin തീറ്റ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ശരിയല്ലേ, 2 sin തീറ്റ 0 ആണെങ്കിൽ തീറ്റ എന്തായിരിക്കും, സൈന്റെ വാല്യൂ എപ്പോഴും 0 ആവുന്നതാ, 0 അല്ലേ, ആംഗിൾ 0 അല്ലേ, തീറ്റ 0 അല്ലേ. യെസ്, അപ്പൊ തീറ്റ നമുക്ക് 0 ആണെന്ന് കിട്ടി. ഇനി എക്സ് 2 ആകുമ്പോൾ, ഓക്കെ, നമ്മൾ എക്സിൽ ഇന്റഗ്രൽ 0 to 2 അല്ലേ, അപ്പൊ എക്സ് 0 ആകുമ്പോൾ ഉള്ള വാല്യൂ തീറ്റയുടെ കണ്ടുപിടിക്കണം. അതുപോലെ എക്സ് 2 ആകുമ്പോൾ ഉള്ള തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. therefore when x is equal to 2 നമുക്ക് എന്ത് എഴുതാം, 2 sin theta is equal to 2 എന്ന് എഴുതാം. ഓക്കെ, കാരണം x എന്ന് പറയുന്നത് 2 sin theta ആണ്. സോ 2 sin theta is equal to 2. അങ്ങനെയെങ്കിൽ sin theta is equal to 2 വെച്ച് അപ്പുറം ഇപ്പുറം ഡിവൈഡ് ചെയ്യുമ്പോൾ sin theta is equal to 1 എന്ന് കിട്ടും. എപ്പോഴാണ്, ഏത് ആംഗിളിലാണ് 1 കിട്ടുന്നത്, സൈൻ ഏത് ആംഗിളിലാണ്, അത് തീറ്റ പൈ ബൈ 2 ആകുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് പുതിയ ലിമിറ്റ് കിട്ടി അല്ലെ. എന്താണ്, തീറ്റ 0 എന്നും കിട്ടി, തീറ്റ പൈ ബൈ 2 എന്നും കിട്ടി അല്ലെ, വിത്ത് റെസ്പെക്ട് ടു തീറ്റ വരുമ്പോൾ. സോ നോക്കിയേ, ഇനി ഏരിയ കാണാൻ എങ്ങനെ എഴുതാം, നമുക്ക് ഏരിയ ഈക്വൽ ടു 3 by 2 ഓൾറെഡി അവിടെ ഉണ്ട് കേട്ടോ. ഈ 3 by 2 നമ്മൾ ഓൾറെഡി പുറത്തെടുത്തു, കോൺസ്റ്റന്റ് ആണ് പുറത്തെടുത്തു. സോ 3 by 2 പുറത്തെടുത്തു. പിന്നെ ഇന്റഗ്രൽ ഏതാണ്, 0 to പൈ ബൈ 2 ആയി അല്ലെ. ഇപ്പൊ കണ്ട 0 to പൈ ബൈ 2 ആയി. റൂട്ട് ഓഫ് 4 മൈനസ്, നിങ്ങൾ നോക്കിയേ 4 മൈനസ് എക്സ് സ്ക്വയറിലായിരുന്നോ, എക്സിന്റെ സ്ഥാനത്ത് എന്ത് വന്നു, നമ്മുടെ 2 sin തീറ്റ വന്നു. അപ്പോൾ 4 മൈനസ് 2 sin തീറ്റ സ്ക്വയർ ഇൻറ്റു 2 cos തീറ്റ ഡി തീറ്റ വന്നു. അപ്പൊ അതെന്താണ് 2 cos തീറ്റ ഡി തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇവിടെ കണ്ട 4 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഉണ്ട് അല്ലെ, ഡി എക്സ് നമ്മൾ എന്താ കൊടുത്തേക്കണേ, 2 cos തീറ്റ ഡി തീറ്റ. ഓക്കെ, അപ്പൊ നമ്മൾ അതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെഴുതി. ഓക്കെ, 4 മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് 2 sin തീറ്റ സ്ക്വയർ ഇൻറ്റു 2 cos തീറ്റ ഡി തീറ്റ. എന്തിനു പകരം എഴുതുക, റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സിന് പകരമാണ് നമ്മൾ ഇത് എഴുതിയത്. ഓക്കെ, നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അതുപോലെ തന്നെ എടുത്ത് എഴുതുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഏരിയ ഈക്വൽ ടു എങ്ങനെ വന്നു, നിങ്ങൾ നോക്കിയേ, 3 ഇൻറ്റു ഇന്റഗ്രൽ 0 to പൈ ബൈ 2 റൂട്ട് 4 മൈനസ് 4 sin സ്ക്വയർ തീറ്റ. എന്താണ്, ഇവിടെ സ്ക്വയർ ഉണ്ടല്ലേ, അതും സ്ക്വയർ വരുമ്പോൾ ഇവിടെ 4 ആയി, sin സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡി തീറ്റ. ഇവിടുത്തെ 2 എവിടെ പോയി, ഈ 2 നമ്മളത് ഈ 2ഉം പുറത്ത് കിടക്കുന്ന ഈ 2ഉം കൂടെ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ഓക്കെ,
ഉള്ളിൽ കിടക്കുന്ന ഈ ടൂവും താഴത്തെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ ടൂവും കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്തു, അതുകൊണ്ടാണ് അത് പോയത്. അടുത്ത സ്റ്റെപ്പിൽ ഏരിയ ഈക്വൽ ടു 3 ഇൻറ്റു 0 to π by 2. നമുക്ക് ഇവിടുന്ന് ഒരു 2 പുറത്തോട്ട് എടുക്കാലോ. ഓക്കെ, ഈ റൂട്ടിനകത്ത് തന്നെ ഒരു 4 കോമൺ വരില്ലേ, അതായത് 4 ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നോട് നമുക്ക് വേണ്ടി എഴുതാൻ മേലെ. റൂട്ടിനകത്ത് തന്നെ ഒരു 4 കോമൺ വരും അല്ലെ. അപ്പൊ ആ റൂട്ടിൽ നിന്ന് ആ 4നെ നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോൾ എന്തായി, 2 ആയി. റൂട്ട് 4 എന്ന് പറയുമ്പോൾ 2 ആണ്. ഓക്കെ, 2 ഇൻറ്റു റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡി തീറ്റ. അതുപോലെ തന്നെ നമ്മൾ എഴുതി. നമുക്കറിയാം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, കോസ് സ്ക്വയർ തീറ്റ ആണ്. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ എന്തോന്ന്, ഏരിയ ഈക്വൽ ടു ഈ 2നെ നമ്മൾ പുറത്തോട്ട് എടുത്തപ്പോൾ 3 ഇൻറ്റു 2 6 ആയതാണ് കേട്ടോ അവിടെ. അപ്പോൾ 0 to π by 2 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ ആണ് ഇൻറ്റു കോസ് തീറ്റ ഡി തീറ്റ. എടാ റൂട്ട് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് കോസ് തീറ്റ ആണ് അല്ലെ. റൂട്ട് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ആണ്. അപ്പൊ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അത് കോസ് സ്ക്വയർ തീറ്റ ആയി. ഓക്കെ, 6 ഇൻറ്റു ഇന്റഗ്രൽ 0 to π by 2 കോസ് സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ് കോസ് സ്ക്വയർ തീറ്റ, 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും, പലയിടത്തും പല സ്റ്റെപ്പിലും ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 ആണ്. ഓക്കെ, അപ്പൊ നമ്മള് കോസ് സ്ക്വയർ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എന്താ, 6 ഇന്റഗ്രൽ 0 to π by 2 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 ഡി തീറ്റ. ഓക്കെ, ക്യാമറ ഓൺ ചെയ്ത് എല്ലാരും ക്ലാസ്സില്, ക്യാമറ ഓൺ ചെയ്ത് ക്ലാസ് ഇരിക്കട്ടെ എല്ലാരും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, കോസ് സ്ക്വയർ തീറ്റയ്ക്ക് അത് കൊടുത്തു. എന്നിട്ടോ ഏരിയ ഈക്വൽ ടു ഈ 2 നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോൾ എന്തായി, 6 by 2 എന്നുള്ളത് 3 ആയി. പിന്നെ എന്താണ്, 0 to π by 2 1 പ്ലസ് കോസ് 2 തീറ്റ ഡി തീറ്റ എന്ന് വന്നു. ഏരിയ ഈക്വൽ ടു 3 ഇൻറ്റു തീറ്റ പ്ലസ്, ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുക നമ്മൾ 1 പ്ലസ് കോസ് 2 തീറ്റ ഡി തീറ്റ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ എന്തോന്നു, 1നെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ തീറ്റ ആയി അല്ലെ. കാരണം ഇന്റഗ്രൽ 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്, എക്സ് അല്ലേ. ഓക്കെ, ഇന്റഗ്രൽ 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. സോ ഇന്റഗ്രൽ തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്ന് പറയുമ്പോൾ അത് ഇന്റഗ്രൽ 1 വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്ന് പറയുമ്പോൾ അത് തീറ്റ ആണ്. ഓക്കെ, അപ്പോൾ തീറ്റ വന്നു പ്ലസ് കോസ് 2 തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ 2 തീറ്റ ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, കോസ് 2 തീറ്റനെ നമ്മൾ സൈൻ 2 തീറ്റ ബൈ 2 എന്ന് എഴുതി, 0 to π by 2 കൊടുത്തു. പിന്നെ 3 പുറത്ത് എഴുതി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ π by 2 അപ്പർ ലിമിറ്റിൽ ലോവർ ലിമിറ്റ് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പർ ലിമിറ്റ് ആദ്യം ഇട്ട് കൊടുത്തു, π by 2. തീറ്റയുടെ സ്ഥാനത്തൊക്കെ എന്തിട്ട് കൊടുക്കണം, π by 2 ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് വന്നു, തീറ്റയുടെ സ്ഥാനത്ത് π by 2 പ്ലസ് സൈൻ 2 π by 2. അതെന്താണ്, സൈൻ π ആണ്. ഓക്കെ, സൈൻ 2 π by 2 എന്ന് പറഞ്ഞാൽ അത് സൈൻ π ആണ് ബൈ 2 മൈനസ് അപ്പർ എന്താണ്, ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ മൊത്തത്തിൽ ആ ടൈം എന്തായിപ്പോഴും 0 ആയിപ്പോഴും. ഓക്കെ, അപ്പൊ എന്തോന്നു, 3 ഇൻറ്റു π by 2 പ്ലസ് സൈൻ π by 2 എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ π നമുക്കറിയാം എന്താണ്, 0 ആണ്. സൈൻ π 0 ആണ്. അപ്പൊ ആ ടൈം 0 ആയി പോയി, മൈനസ് 0. അപ്പോൾ എന്തോന്ന് മിച്ചം, ആൻസർ ഏരിയ വിൽ ബി ഈക്വൽ ടു 3 π by 2 എന്ന് നമുക്ക് കിട്ടി. ഏരിയ 3 π by 2 കിട്ടി. ഓക്കെ, ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉള്ളവരുണ്ടോ, ചോദിച്ചേ. ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തവരുണ്ടോ, ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തവരുണ്ടോ? എഴുതിയെടുത്തോ, നിങ്ങളാ കിട്ടാത്തവരെ എഴുതിയെടുത്തോ. ഓക്കെ, അടുത്ത ചോദ്യത്തിട്ട് പോയാലോ. അടുത്ത ചോദ്യം ചെയ്ത് തരട്ടെ. ഇന്നലത്തെ ബാക്കി നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ ചെയ്ത് നിർത്തിയത് അല്ലെ, ഇവിടെ വരെയാണ് ചെയ്തത്. അടുത്ത ചോദ്യത്തിട്ട് പോവാം, എഴുതിക്കോട്ടോ. തന്നെ ചെയ്യണം കേട്ടാ, പഠിച്ചിട്ടുള്ളതാണ്.
find the general solution of the differential equation x dy by dx plus 2y equal to x square. ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇങ്ങനത്തെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയാൽ ഏത് ഫോമിലാണ് അത് കിടക്കുന്നത്? ആ ഫോമിലാണോ കിടക്കുന്നത് അല്ലെങ്കിൽ അതിലോട്ട് ആക്കണം? ഓർക്കണ്ടോ? dy by dx plus py equal to q എന്നുള്ള ഫോം ഓർക്കുന്നുണ്ടോ? അതിൽ ചെയ്തേ. ആ ഫോമിലോട്ട് ആദ്യം ആക്കണം, എന്നിട്ട് ചെയ്യണം. കഴിഞ്ഞേര് കമന്റ് ചെയ്യാട്ടാ.
കഴിഞ്ഞോ? കിട്ടി? ടൈം ആണോ ഇനി? അഭിനയ നീ എവിടെ ഉണ്ടോ? ചെയ്യുന്നുണ്ടോ അബിൻ? ഇതുപോലെ ഏഞ്ചൽ മെരിയ, അബിൻ ഐസക് അവിടെ ഉണ്ടോ? ചെയ്യുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? കിട്ടിയാ? ഓക്കെ ഓക്കെ. ഓക്കെ സാന്ദ്ര. നോക്കാം ആൻസർ നോക്കിയാലോ? കിട്ടാത്ത രണ്ടവിടെ നോക്കാം കേട്ടാ. കിട്ടിയവര് ശരിയാണോ നോക്കിയതാ? എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള ഫോം എങ്ങനെയാണ്? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ എന്നുള്ള ഫോമിലാണ് പഠിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ എന്തുണ്ട്? ഡിവൈഡ് ബൈ ഡി എക്സിന് മുമ്പ് ഒരു എക്സ് കിടപ്പുണ്ട്. അപ്പൊ അത് അവിടെ നിന്ന് മാറ്റണം അല്ലെ? സോ നമ്മൾ ത്രൂ ഔട്ട് എല്ലാ ടൈമിനും എന്ത് ചെയ്തു? എക്സ് വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്ത് വന്നു? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y ഡിവൈഡഡ് ബൈ എക്സ്. 2y നെ നമ്മൾ ഇവിടെയും ഡിവൈഡ് ചെയ്തു. എല്ലാ ടൈമിനും നമ്മൾ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്ത് എന്ത് വന്നു? 2y ബൈ എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിനെ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ എക്സ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പി കിട്ടി. പി എന്താണ്? നമ്മുടെ ഫോം എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈസ് ഈക്വൽ ടു ക്യൂ എന്നുള്ളതല്ലേ നമ്മുടെ ഫോം. ഓക്കെ, അപ്പൊ ഇവിടെ പി ആയിട്ട് എന്ത് കിട്ടിയിട്ട് നമുക്ക് 2/x എന്ന് പറയുന്നത് പി ആയിട്ടും ക്യൂ എന്ന് പറയുന്ന എക്സ് ആയിട്ടും നമുക്ക് കിട്ടി. ഓക്കെ, അവിടെ നമുക്ക് പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വേണം അല്ലെ? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണമല്ലോ. അതിനെങ്ങനെ കണ്ടുപിടിക്കണേ? ഇന്റഗ്രൽ ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. ഓക്കെ, ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ് നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. സോ നമ്മൾ ഇതിനെടുത്തു ഇ റൈസ് ടു ഇന്റഗ്രൽ പി നമുക്കറിയാം 2/x ആണ് അല്ലെ? 2/x dx എന്ന് കിട്ടി. സോ ഇ റൈസ് ടു 2നെ നമ്മൾ പുറത്തിട്ടാൽ ബാക്കി എന്താണ്? 1/x dx അല്ലെ? ഇന്റഗ്രൽ 1/x dx എന്താണ്? അത് log x ആണ്. സോ ഇ റൈസ് ടു 2 log x നമുക്ക് കിട്ടി. ഓക്കെ, ഇ റൈസ് ടു 2 log x. log x സ്ക്വയറിനെ നമ്മൾ എങ്ങനെ എഴുതും? 2 log x എന്ന് എഴുതില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇ റൈസ് ടു log x സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ ഇ റൈസ് ടു log x എന്ന് പറഞ്ഞാൽ എന്താണ്? x ആണ്. അതുകൊണ്ട് ഇ റൈസ് ടു log x സ്ക്വയർ എന്തായി? x സ്ക്വയർ ആയി. ഓക്കെ, സോ നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് കിട്ടി? x സ്ക്വയർ എന്ന് കിട്ടി. ഇനി സൊല്യൂഷൻ എഴുതാലോ. സൊല്യൂഷൻ എങ്ങനെ എഴുതുന്നേ? y into integrating factor is equal to integral of q into integrating factor. ഓക്കെ, അപ്പൊ y into integrating factor എന്ന് പറയുന്നത് x സ്ക്വയർ ആണ്. സോ y into x square is equal to integral of x into x square എന്ന് വന്നു. q എന്ന് പറഞ്ഞാൽ x ആണ്, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ x സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ y into x square is equal to integral of x into x square എന്ന് പറഞ്ഞാൽ എന്ത് വരും? x cube by 3 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റഗ്രൽ എന്ന് പുറത്തെടുക്കുമ്പോൾ x raised to 4/4. സോറി, കിട്ടാതെ എഴുതിയെടുത്തേതാ. ലാസ്റ്റ് നമുക്ക് y into x square is equal to x raised to 4/4 plus 3 എന്ന് കിട്ടി. കിട്ടാത്തവരുണ്ടോ? കിട്ടാത്തവരെ കാണൂല. ഇതൊന്നും ഡൗട്ട് ഉണ്ട്? x into x square x cube ആയ ഡൗട്ട് ഇല്ല അല്ലെ? a raised to m into a raised to n എന്താണ്? a raised to m plus n ആണ്. സോ ഇവിടെ x raised to 1 ഉണ്ടെന്നല്ല അർത്ഥം. സോ x raised to 1 into x raised to 2 എന്ന് പറയുമ്പോൾ x raised to 3 കേട്ടോ.
അതിന്റെ എക്സ് റൈസ് ടു n ഇന്റർവൽ എടുക്കുമ്പോൾ എന്താണ് എക്സ് റൈസ് ടു n+1/n+1 അങ്ങനെ എക്സ് റൈസ് ടു 4/4 ആയി പ്ലസ് 3. ഇങ്ങനെയാണ് കിട്ടിയത്. സാധനം എങ്ങനെയാണ് കിട്ടിയത്? അമീഷ കിട്ടിയോ? കാർത്തികിന് കിട്ടിയായിരുന്നോടാ? ഓക്കെ ജിഷ കിട്ടി. വരുൺ, സെനിയ, പിന്നെ ആശിഷിന് കിട്ടിയോ? അനന്യ, അഭിനവ്, ബിനി. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ ഇനി? അക്ഷയ, അൻസിത മനസ്സിലായോ? ഓക്കെ വർഷ, ഏഞ്ചൽ മരിയ, നിവേദ്, ഓക്കെ ആദികശവ നീ എവിടെ ഇല്ലേ? കാണത്തില്ലല്ലോ. ഓക്കെ അടുത്ത ചോദ്യം. നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നോക്കി എല്ലാവരും ഒന്നോടെ നോക്കി. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ഇത് കൂട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ ഉണ്ടായിരുന്നോ? കണ്ടുപിടിച്ച എല്ലാരും എന്നിട്ട് നോക്കി. ഇവിടെ നോക്കി എല്ലാരും. ഇതുപോലെ രണ്ട് വെക്ടേഴ്സ് തരും. വെക്ടർ r = i cap plus 2j cap plus k cap plus lambda into i cap plus j cap plus k cap and vector r = 2i cap minus j cap plus 4k cap plus mu into 2i cap plus j cap plus 2k cap. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ലാംഡ മ്യൂ, ഇത് രണ്ടിന്റെയും കൂടെ തന്നിരിക്കുന്നതാണ് എന്ത്? നമ്മുടെ പാരലൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ആദ്യം തന്നേക്കുന്ന വെക്ടേഴ്സ് ആണ് എന്ത്? നമ്മുടെ പൊസിഷൻ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വെക്ടർ എന്ന് പറയും. ഓക്കെ, അങ്ങനെയെങ്കിൽ അവിടെ മറ്റൊരു വെക്ടർ വെക്ടർ r, അതിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് എടുത്താൽ തന്നേക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതിനകത്ത് ഈ തന്നിരിക്കുന്നതിന് നമ്മൾ എന്തൊക്കെ എടുത്തെഴുതണം? വെക്ടർ a1, വെക്ടർ a2, അതുപോലെ പാരലൽ വെക്ടേഴ്സ് ആയ വെക്ടർ b1, വെക്ടർ b2 എടുത്തെഴുതണം. പിന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്താണ്? ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തല്ലേ? ഓർക്കണ്ട, ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി നിങ്ങളുടെ ബുക്കിൽ ഉണ്ട്, എടുത്തു നോക്കിയേ. ശരിയാണോ? ഇനി വ്യത്യാസം ഉണ്ടോ നോക്കി. ഇത് സെയിം മോഡൽ തന്നെ ചെയ്തെന്ന് തോന്നുന്നു. ഒന്ന് നോക്കിയിട്ട് പറഞ്ഞ നിങ്ങള്. ഇല്ലെങ്കിൽ എഴുതിയെടുത്താൽ മതി. ആരെങ്കിലും ഒന്ന് നോക്കാവോ? ഇനിയിപ്പോ എഴുതി എടുത്തിട്ടില്ല, കയ്യിലില്ല എന്നുള്ളത് എഴുതിയെടുത്തോട്ടെ ഇപ്പൊ തന്നെ. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എങ്കിലും എടുത്തു വെച്ചോ. സ്ക്രീൻഷോട്ട് എടുക്കണ്ട, എഴുതിയാൽ മതി. ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ, നമ്മൾ ഇത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഈ മോഡൽ ഇത് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി ഇതെല്ലാം നിങ്ങൾ ചെയ്തേക്കണമെങ്കിൽ ഇത് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വെക്ടർ a1, വെക്ടർ a2, അതുപോലെ വെക്ടർ b1, വെക്ടർ b2 നമ്മൾ എടുത്തെഴുതി. ഓക്കെ, അപ്പൊ ലാംഡ മ്യൂ, ലാംഡയുടെ കൂടെയും മ്യൂയുടെ കൂടെയും കിടക്കുന്നതായിരിക്കും നമ്മുടെ എന്താ? പാരലൽ വെക്ടേഴ്സ് ആയ b1 ഉം b2. ഓക്കെ, ആദ്യം കിടക്കുന്നതായിരിക്കും എന്താ? നമ്മുടെ a1 ഉം a2. ഓക്കെ, മാറിപ്പോരുത്. പിന്നെ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്താണ്? d = മോഡുലസ് ഓഫ് a2 minus a1 ഡോട്ട് പ്രോഡക്റ്റ് ആണ് കേട്ടോ. a2 minus a1 ഡോട്ട് b1 ക്രോസ് b2 divided by modulus of b1 cross b2. ഓക്കെ, അപ്പോ ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കണം? a2 minus a1 കണ്ടുപിടിക്കണം. a2 minus a1 കണ്ടുപിടിക്കാൻ നമുക്ക് എത്ര കിട്ടി? i cap മൈനസ് അല്ലെ? a2 minus a1, 2 minus 1 1, അപ്പൊ i cap മൈനസ് -1 -2 എന്ന് പറയുമ്പോൾ -3j cap പ്ലസ് 4 - 1 എന്ന് പറയുമ്പോൾ 3k cap. ഓക്കെ, അപ്പൊ a2 minus a1 ആയി. അതുപോലെ b1 ക്രോസ് b2 കണ്ടുപിടിക്കണം അല്ലെ? പിന്നെന്താ വേണ്ടത്? b1 ക്രോസ് b2 അല്ലേ? അപ്പൊ ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കണം? നമ്മുടെ ഡിറ്റർമിനന്റ് എടുക്കും അല്ലെ? നേരെ എടുത്തു, i j k എന്ന് എഴുതി. നമ്മുടെ അതിൽ b1 ഉണ്ട്, b2 ഉണ്ട്. b1 എന്താണ്? b1 ന്റെ i j k വാല്യൂ എന്താണ്? 1 1 1 ആണ്. അതുപോലെ b2 ന്റെ 2 1 2 ആണ്. അപ്പൊ അത് രണ്ടും എടുത്ത് എഴുതി. എന്നിട്ട് നേരെ ഡിറ്റർമിനന്റ് കണ്ടു കേട്ടോ. അപ്പോൾ i cap into എന്ത് വരും? i cap into 1 into 2 minus 1, 2 minus 1 minus j into എന്ത് വരും? 1 into 2 2 ആണ്. 2 minus 2 വരും, അവിടെ 0 ആയി പൊക്കോളും. പ്ലസ് k into എന്ത് വരും? 1 minus 2 എന്ന് വരും. സോ നമുക്ക് i cap minus 0 j cap minus k cap എന്ന് കിട്ടി. ദാറ്റ് മീൻസ് i cap minus k cap. ഓക്കെ, സോ നമുക്ക് രണ്ടും കിട്ടി അല്ലെ? a2 minus a1 നമ്മുടെ ഉണ്ട്,
അതുപോലെ B1 ക്രോസ് B2 ഉണ്ടെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ പോരെ. അത് നമ്മൾ എടുക്കും. അതിന് മുമ്പ് തന്നെ നമ്മൾ B1 ക്രോസ് B2ന്റെ കിട്ടിയ B1 ക്രോസ് B2 നമ്മുടെ ഉണ്ടല്ലോ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് അതായത് മോഡുലസ് വാല്യൂ കൂടെ കണ്ടുപിടിക്കും. അതെങ്ങനെയാണ്? റൂട്ട് ഓഫ് നമ്പേഴ്സ് അങ്ങ് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ പോരെ. യെസ്. അപ്പൊ റൂട്ട് ഓഫ് എന്ത് തോന്നുന്നു? ഇവിടെ ഐയുടെ കൂടെ ഉള്ളത് 1 ആണ്. സോ 1 സ്ക്വയർ പ്ലസ് കെയുടെ കൂടെയുള്ള എന്താണ്? -1 ആണ് അല്ലെ. സോ -1 സ്ക്വയർ. അപ്പൊ നമുക്കത് √2 എന്ന് കിട്ടി. B1 ക്രോസ് B2 എന്ന് കിട്ടി. മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് B1 ക്രോസ് B2 എന്ന് കിട്ടി. √2 കിട്ടി. ഇനി ഡോട്ട് പ്രോഡക്റ്റ് നമ്മുടെ ഇക്വേഷന്റെ ന്യൂമറേറ്ററിൽ എന്ത് എടുക്കണം? അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. അത് നമുക്ക് എന്ത് കിട്ടി? ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെയും A2 - A1ന്റെയും B1 ക്രോസ് B2ന്റെയും. സോ 1 × 1 1 ആണ്. -3 × ഇവിടെ 0 ആണ്. അപ്പൊ ജെയുടെ ടൈം 0 ആയി പോയി. പിന്നെ എന്തുണ്ട്? 3 × -1 ഉണ്ട്, -3 ഉണ്ട്. സോ 1 - 3 എന്ന് വരും അല്ലെ. 1 - 3 which is equal to -2 എന്ന് കിട്ടി. സോ നമുക്ക് ഇനി ഡി എഴുതാലോ. മോഡുലസ് ഓഫ് -2/√2. കണ്ട? അപ്പൊ നിങ്ങൾ ആ മോഡുലസ് എഴുതാൻ മറന്നുപോയി എന്ത് പറ്റും? നിങ്ങൾ -2/√2 എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഒരിക്കലും മൈനസ് ആവില്ലല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ ആ മോഡുലസ് ഇടാൻ മറന്നുപോയത്. മോഡുലസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതും അല്ലെ. മോഡുലസ് ഇട്ടാൽ -2 നിങ്ങൾ പുറത്തോട്ട് എഴുതുമ്പോൾ 2 എന്ന് എഴുതിക്കോളും. അപ്പൊ അത് മറന്നു പോയത്. അപ്പോൾ 2/√2. 2/√2 എങ്ങനെ എഴുതി? 2നെ നമുക്ക് √2 × √2 എന്ന് എഴുതാം. സോ √2 കട്ട് ചെയ്താൽ പിന്നെ എന്തുണ്ട്? √2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. സോ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √2 എന്ന് കിട്ടും. √2. മനസ്സിലാത്ത ആരും ഇല്ലത്? നിങ്ങൾ നോക്കിയാ നമ്മൾ ചെയ്താണോ? നോക്കിയായിരുന്നോ? ചേപ്പിസ് ഒന്നും എഴുതിയെടുക്കുന്നില്ലേ? ആർക്കറിയാം? ഇതൊക്കെ നമ്മൾ റിവിഷൻ ടൈമിൽ ചെയ്താന്ന് എന്റെ ഒരു ഓർമ്മ. ഓക്കെ. അടുത്ത ചോദ്യത്തിട്ട് പോയാലോ? അടുത്ത ചോദ്യം നോക്കാം. ചെയ്തേതാ? Find the area of the circle x square plus y square is equal to 81 using integration. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ഒന്നിലെ എലിപ്സിന്റെ അല്ലെങ്കിൽ ലൈൻ അല്ലെങ്കിൽ ഏതായിരിക്കും സർക്കിൾ, ഏതെങ്കിലും ഒന്ന് കാണും ഉറപ്പാണ്. ഇന്റഗ്രേഷൻ യൂസ് ചെയ്ത് തന്നെ ഏരിയ കണ്ടുപിടിക്കണം. ഏതാ? ചിലപ്പോ സർക്കിൾ ആയിരിക്കും ചോദിക്കണേ. ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇതേ കാണുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോ എലിപ്സ് ആയിരിക്കും അല്ലെ ലൈൻ. ഇതൊന്നും ചെയ്തേ, ഇത് തന്നെ ചെയ്തേ. x square plus y square is equal to 81 ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ. x square plus y square is equal to 16 ചോദിക്കാം. x square plus y square is equal to 4 ചോദിക്കാം അല്ലേ. അതൊക്കെ നമ്മൾ ചെയ്തതാ. ഇവിടെ സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ് ഇവിടുത്തെ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒറിജിൻ ആണ് അല്ലെ. ഒറിജിൻ ആണ്. സോ നിങ്ങൾക്ക് ആദ്യം തന്നെ റഫ് ഫിഗർ വരയ്ക്കാം. എന്നിട്ട് ഏത് റീജിയന്റെ ഏരിയ ആണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റ് കണ്ടുപിടിക്കും. എന്നിട്ട് × 4 ചെയ്യും. അങ്ങനെയാണ് നിങ്ങൾ മൊത്തം ഏരിയ കണ്ടുപിടിക്കുന്ന സർക്കിളിന്റെ. യെസ്. അപ്പൊ ഒരു റഫ് ഫിഗർ ഒക്കെ വരച്ചു വെക്കണം കേട്ടോ സൈഡില. എങ്ങാനും ചെയ്യുമ്പോൾ തെറ്റിപ്പോയാലും ഫിഗർ വരച്ചതിന് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. മൂന്നാം തീയതി ആയാലും 4, 5, 6 തീയതി ഫിസിക്സ് എക്സാം. ഇന്ന് മൊത്തം ഫിസിക്സ് പഠിക്കുകയായിരുന്നു നിങ്ങളാ? ഇന്ന് ഏതാ പഠിച്ചത് നിങ്ങള്? ഫിസിക്സ് ആണോ പഠിച്ചേ? ആണോ? ഇനി തുടങ്ങിയില്ലേ തീരില്ലല്ലോ അല്ലെ. നാളെയും നാളെ സമയമുണ്ട് ഫിസിക്സ് പഠിക്കാൻ. നാളെ നിങ്ങൾക്ക് മാരത്തോൺ അല്ലേ ഫിസിക്സിന്റെ? ആശി സാറൻ എന്നോട് പറഞ്ഞു നിങ്ങളുടെ മാരത്തോൺ 2 ദിവസം കിട്ടിയിട്ടുള്ളൂ, ഓടിച്ച് തീരില്ല എന്ന് പറഞ്ഞു. മീൻസ് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് നോക്കാൻ തീരില്ല എന്നല്ല, മീൻസ് സമയം തീരെ കുറവല്ലേ. 2 ദിവസത്തെ മാരത്തോൺ പോകല്ലോ, ഒത്തിരി ടോപ്പിക് ഉണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പൊ അതിനകത്ത് കൂടുതൽ ദിവസം കിട്ടാത്തത് ഞാൻ അറിയാണ്ട് ചോദിച്ചാ. ഇന്ന് എനിക്ക് QP 100 ഉണ്ടെന്ന് എനിക്ക് അറിയാം. എങ്കിലും ഞാൻ ഇങ്ങനെ ഓർക്കാണ്ട് പെട്ടെന്ന് ചോദിച്ചു അതിന്റെ സമയം കിട്ടാതെ. ആരുടെയും QP 100 തീർന്നിട്ടില്ല. അതാണ്
അങ്ങനെ ഇത് ഞാൻ പറയാൻ പോയില്ല. പിന്നെ മനസ്സിലായി എന്റെ ക്യൂബി ഹണ്ടാന്ന് മനസ്സിലായി. ബാക്കി എല്ലാ സബ്ജക്റ്റിനും ഒരു ദിവസം വെച്ചാൽ കണ്ടല്ലായിരുന്നോ? നമുക്ക് മാത്രമല്ല 2 ദിവസം ഉള്ളൂ ക്യൂബി ഹണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണമെങ്കിൽ ഒരു ദിവസം പോരല്ലോ, 2 ദിവസമെങ്കിലും വേണ്ടേ? അതവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ? ഫിസിക്സ് 60 മാർക്കിനല്ലേ? ഇത് 80 അപ്പൊ ആ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ മാരത്തോണിന്റെ ഫസ്റ്റ് ക്ലാസ് ചിലപ്പോൾ ഞാൻ വരും ചിലപ്പോൾ, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും കേട്ടോ. മാരത്തോൺ എടുക്കാൻ വരുന്നത് ദേവൻ സാറാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ നിങ്ങൾ എനിക്കൊരു ഫീഡ്ബാക്ക് ഞാൻ ഇന്ന് ഇത്രയും ദിവസം പഠിപ്പിച്ചല്ലേ, ഒരു ഫീഡ്ബാക്ക് എല്ലാവരും പറയണം കേട്ടോ. പറയണ്ട, ഒന്ന് കമന്റ് ചെയ്താലും മതി ഇനി പറയാൻ മടിയാണെങ്കിൽ. ഓക്കെ, ക്ലാസ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒരു സെന്റൻസ് നല്ലതാണെങ്കിൽ നല്ലത് പറയാം, ഇനിയിപ്പോ എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ അത് പറയാം. ഓക്കെ, നെഗറ്റീവ്സും പറയാം, കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് പറഞ്ഞാലേ മാറ്റാൻ പറ്റുള്ളൂ നമുക്ക്, അതുകൊണ്ടാ. സോ എന്തെങ്കിലും പറയണ്ട എല്ലാവരും. ഇന്നെല്ലാവരും ഇല്ലെന്നറിയെങ്കിലും എത്ര പേരുണ്ട്? 28 പേരല്ലേ? കഴിഞ്ഞെങ്കിൽ പറയാട്ടോ, കഴിഞ്ഞെങ്കിലും പറയാം, ഇനി അറിയില്ലേലും പറയാം. എന്താണെങ്കിലും നമുക്ക് നോക്കാനുള്ള ആൻസർ. മുന്നോട്ട് ഏത് കോഴ്സിനെ പോകേണ്ടതെന്ന് തീരുമാനിച്ചല്ലാരും? എല്ലാം ഉറപ്പിച്ച് വെച്ചേ പോണോ? അത് എപ്പോഴും തീരുമാനമായിട്ടിരിക്കുന്നവരെ കണ്ടോ? Okay, Angel Maria. Okay, Abin.
യെസ് ദിശ, നോക്കിയാൽ നമുക്ക് എന്താണ് നമുക്കറിയാം സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസിക്കൽ ടു ആർ സ്ക്വയർ ആണല്ലേ ജനറൽ ഫോം. സെന്റർ ഒറിജിൻ ആണെങ്കിൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസിക്കൽ ടു ആർ സ്ക്വയർ എന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി ആർ എന്താണ്. അപ്പോ ഇവിടെ 81 ആണ് ആർ സ്ക്വയർ. അപ്പോൾ ആർ എന്ന് പറയുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് റേഡിയസ് 9 ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ വൈ സ്ക്വയർ ഇസിക്കൽ ടു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. കാരണം എന്താണ്, നമുക്ക് ഇന്റഗ്രൽ വൈ ഡി എക്സ് കണ്ടാൽ മതി ഏരിയ കണ്ടുപിടിക്കാൻ. ഓക്കെ, ആദ്യം ഇന്റഗ്രൽ വൈ ഡി എക്സ് കാണുക, എന്നിട്ട് ഇൻറ്റു 4 ചെയ്താൽ പോരെ. അപ്പോൾ y ഈക്വൽ ടു എന്നുള്ള ടേമിലോട്ട് നമുക്ക് ആക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ എന്ന് എഴുതി. അതുപോലെ y ഈക്വൽ ടു അപ്പൊ എന്തായി, റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ. ഓക്കെ, അങ്ങനെ ടോട്ടൽ ഏരിയ ഓഫ് ദ സർക്കിൾ നമുക്കറിയാം 4 ഇൻറ്റു ഏരിയ ഓഫ് എ ബി സി. ഈ ഫിഗറിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏത് പോർഷനിൽ ഏരിയ കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആയ എ ബി സി, ഇത്രയും പോർഷന്റെ ഏരിയ ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ഇൻറ്റു 4 ചെയ്യും. അപ്പൊ ഇത് ഈ റീജിയൻ ബൗണ്ടറി ആയിട്ട് കിടക്കുന്ന എവിടെ തൊട്ട് എവിടെ വരെ 0 to 9 ആണ് അല്ലെ. എക്സ് ആക്സില് 0 to 9 ആണ് ഈ റീജിയൻ കിടക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഏരിയ ഓഫ് എ ബി സി ഈക്വൽ ടു ഇന്റഗ്രൽ എവിടെ തൊട്ട് എവിടെ വരെ 0 to 9 കൊടുത്തു. ഓക്കെ, y dx. അപ്പൊ y നമുക്കറിയാം എന്താണ്, റൂട്ട് ഓഫ് 9 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. നമ്മൾ അത് ഇട്ട് കൊടുത്തു. എന്തോന്നു, ഇന്റഗ്രൽ 0 to 9 റൂട്ട് ഓഫ് 9 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന്. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഫോമിലാണ് അല്ലെ. അതിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാ, ഇന്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി അല്ലെ. ഓക്കെ, ഇതൊക്കെ പഠിച്ചത് നിങ്ങളാ, കാണാൻ പഠിച്ച എല്ലാവരും. ഇങ്ങനത്തെ ഇന്റഗ്രേഷനിലും അതുപോലെ ഇന്റഗ്രൽസ് ചാപ്റ്ററിലും അതുപോലെ ഡിഫറൻസിയേഷൻ, ഈ രണ്ട് ചാപ്റ്ററിലും കുറെ ഇക്വേഷൻസ് പഠിക്കാനുള്ളത്. അതൊക്കെ എക്സാമിന് തലേദിവസം നോക്കിയിട്ടേ പോവുള്ളൂ കേട്ടോ. എത്ര അറിയാമെങ്കിലും ഒന്നുകൂടെ നോക്കിയിട്ടേ പോവുള്ളൂ. അവിടെ കൺഫ്യൂഷൻ അടിക്കുന്നില്ല, ഇങ്ങനെയാണോ അങ്ങനെയാണോ, ഇടയ്ക്ക് പ്ലസ് ആണോ മൈനസ് ആണോ. ഇപ്പൊ പോലും എനിക്ക് വരാറുണ്ട്, നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ പോലെ എനിക്ക് നടുക്ക് പ്ലസ് ആണോ മൈനസ് ആണോ ഇപ്പോഴും കൺഫ്യൂഷൻ വരും ഇടയ്ക്ക്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, നിങ്ങളെ തളർത്താൻ വേണ്ടി പറഞ്ഞതല്ല, എങ്കിലും നന്നായിട്ട് ഒന്നുകൂടെ ബൈഹാർട്ട് ചെയ്തിട്ട് പോയാൽ മതി നിങ്ങൾ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇവിടെ എന്തോന്നു, നമ്മൾ അതിട്ട് എക്സ്പാൻഡ് ചെയ്തു. എന്താ, എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 9 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഓക്കെ എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയറിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു, എയുടെ സ്ഥാനത്ത് 9 കൊടുത്തു. അപ്പൊ 9 സ്ക്വയർ മൈനസ് സ്ക്വയർ പ്ലസ് എന്തോന്നു, എ സ്ക്വയർ ബൈ 2 ആണ് അല്ലെ. എ 9 ആണ് നമുക്കറിയാം. അപ്പൊ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 81/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. അവിടെ 9/a കൊടുത്തു. നമ്മള് 0 to 9 കൊടുത്തു. അടുത്ത് എന്ത് ചെയ്തു, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുത്തു അല്ലെ. അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുത്തപ്പോൾ എന്തോന്നു, 9/2 ഇൻറ്റു ഈ ടൈം 0 ആയി പോയില്ലേ, 9 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ പ്ലസ് 81/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 9/a ആണ്. അത് എന്തോന്നു, 9/9 വിച്ച് ഈസ് ഈക്വൽ ടു 1 അല്ലെ. സൈൻ ഇൻവേഴ്സ് 1 എന്ന് തോന്നുന്നു. മൈനസ് അപ്പുറത്ത് നമുക്ക് നോക്കണോ, വേണ്ട. ലോവർ ലിമിറ്റ് എന്താണ്, 0 ആണ്. എല്ലാ ടൈമും തന്നെ 0 ആയി പോക്കോളും. ഓക്കെ, സോ എന്തോന്നു, 9/2 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ അത് കട്ടായി പോയി. പിന്നെ ആകെ എന്തേ ഉള്ളൂ, 81/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 ഉള്ളൂ അല്ലെ. 81/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1. സൈൻ ഇൻവേഴ്സ് 1, സൈൻ 1 വരുന്നത് എപ്പോഴാണ്, സൈൻ 1 വരുന്നത് ആംഗിൾ π/2 ലാണ് അല്ലെ. π/2 ലാണ്. സോ നമുക്ക് എന്തോരും 81/2 ഇൻറ്റു π/2 എന്ന് കിട്ടും. അതെവിടെയാണ്, അതെ 81/2 ഇൻറ്റു π/2 എന്ന് കിട്ടും. ഓക്കെ, അവിടെ നമ്മൾ എങ്ങനെ എഴുതി, 81π/4 എന്ന് എഴുതി. അടിയിൽ 2 2 മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. ഇതെന്തായുള്ളൂ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏരിയ മാത്രമേ ആയുള്ളൂ. ടോട്ടൽ ഏരിയ കാണാൻ നമ്മൾ 4 ഇൻറ്റു 8π/4 ചെയ്തു. അപ്പൊ നമുക്ക് 81π എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇത് എഴുതിയെടുക്കുന്ന ആരിലുണ്ടോ, ഉണ്ടെങ്കിൽ എഴുതിയെടുത്തോട്ടോ. എഴുതിയെടുക്കുന്നവരുണ്ട് എഴുതിയെടുക്കാം, തെറ്റിപ്പോയവരുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. കറക്റ്റ് ചെയ്ത് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാം.
ഓക്കെ, കഴിഞ്ഞ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? എഴുതിയെടുത്ത് കഴിഞ്ഞില്ലേ? ഈ സ്ലൈഡ് കാണണോ? പ്രോബബിലിറ്റി ചോദ്യം കാണുമ്പോഴേ പറയണം ഏത് തീറാണ്. ഏതാണ്? ബേസ് തിയറം അല്ലേ? ബേസ് തിയറം യൂസ് ചെയ്യേണ്ട എങ്ങനെ മനസ്സിലാക്കണം? ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ആ സെക്കൻഡ് ലാസ്റ്റ് സെന്റൻസ് മാത്രം നോക്കിയാൽ മതി. ചോദ്യത്തിലെ സെക്കൻഡ് ലാസ്റ്റ് സെന്റൻസ് എപ്പോഴും ബേസ് തിയറത്തിലെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റൻ ആയിരിക്കും. സെക്കൻഡ് ലാസ്റ്റ് സെന്റൻസ് ആയിരിക്കും എന്താ? നമുക്ക് തന്നിട്ടുണ്ടാവുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ തന്നിട്ടുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ ഹാപ്പൻ ചെയ്തു എന്ന് പറഞ്ഞ സാധനം. ഇവിടെ എന്താണ് സെക്കൻഡ് ലാസ്റ്റ് സെന്റൻസ്? ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ബ്ലാക്ക് അല്ലെ? ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു അല്ലെ? സംഭവിച്ചൊരു കാര്യമാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കണം എന്താണ് അതൊരു ബേസ് തിയറം വെച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ക്വസ്റ്റൻ നോക്കാം നമുക്ക്. എന്താണ് ക്വസ്റ്റൻ? ബാഗ് 1 contains 3 red balls and 4 black balls. ബാഗ് 1 എന്തൊക്കെയുണ്ട്? 3 റെഡും 4 ബ്ലാക്ക് ബോൾസും ഉണ്ട്. അതുപോലെ ബാഗ് 2 contains 5 red and 6 black balls. ബാഗ് 2 എന്തൊക്കെയുണ്ട്? 5 റെഡ് ബോളും 6 ബ്ലാക്ക് ബോളും ഉണ്ട്. ഓക്കെ, 1 ball is drawn at random from one of the bags. ഒരു ബോള് റാൻഡം ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. ഈ രണ്ട് ബാഗിൽ നിന്ന് ഒരെണ്ണത്തിൽ നമ്മൾ ഒരു ബോൾ ചൂസ് ചെയ്തെങ്കിൽ കിട്ടിയ ബോള് ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചൂസ് ചെയ്ത ബോള് കിട്ടിയത് എന്താണ്? ബ്ലാക്ക് ആണ് നമ്മളോട് പറഞ്ഞു അല്ലെ? കിട്ടിയത് ബ്ലാക്ക് ആണ് നമ്മളോട് പറഞ്ഞു എങ്കിൽ ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഡ്രോൺ ഫ്രം ബാഗ് 1. എങ്കിൽ അത് ബാഗ് 1ൽ നിന്നാവാനുള്ള ചാൻസ് എന്താണ്? ഓക്കെ, എടുത്തത് ബ്ലാക്ക് ആണ്, അപ്പോൾ അത് ബാഗ് 1ൽ നിന്നാവാനുള്ള ചാൻസ് എന്താണെന്നാണ് നമ്മളോടുള്ള ചോദ്യം. സോ ഇവിടെ ഞാൻ പറഞ്ഞു രണ്ട് കേസുകൾ ഉണ്ടാവും. ഒരു കണ്ടീഷൻ, രണ്ട് കണ്ടീഷൻസ് ഉണ്ടാവും. രണ്ട് കണ്ടീഷനിൽ ഒരെണ്ണം സംഭവിച്ചു എങ്കിൽ മറ്റേത് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി അങ്ങനെയാണ്. അപ്പൊ ചെയ്ത് കണ്ടുപിടിച്ചേ. ഇക്വേഷൻ ഒക്കെ ഓർമ്മയില്ലേ? എല്ലാ റിവിഷൻ ക്ലാസ്സിലും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഈ ബേസ് തിയറം വെച്ച് ചെയ്യുന്നതാണ്. സോ പെട്ടെന്ന് ചെയ്ത് കണ്ടുപിടിച്ചേ. നിങ്ങൾ ഈ മനോജ് സാറിനെ അറിയോ? മനോജ് സാർ കിങ് മനോജിനെ അറിയോന്ന്? കിങ് മനോജ് സാർ 90+ ആഡ് ഒക്കെ ചെയ്യുന്ന സാറാന്ന് പറയാൻ പറഞ്ഞു. എവിടെയൊക്കെ അവർക്ക് ആകാംക്ഷയായി അറിയാമെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും അറിയാമെങ്കിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്റെ മുഖമൊക്കെ? സെലിബ്രിറ്റി ആണ്, ഫുട്ബോളർ ആണ്, സ്വയം പറഞ്ഞു നടക്കുന്ന. അങ്ങനെ ഞാൻ ഭയങ്കര കാസർഗോഡാണ് വീട്. പിന്നെ കാണാട്ടോ. ശരി എന്നാ. കണ്ടിട്ടുണ്ടോ? അത് പറഞ്ഞു. ഇവർക്ക് അറിയൊന്നുമില്ല. അവൾ സെറ്റാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ല അത് പറഞ്ഞ് പഠിപ്പിച്ചതാ. ജിഷ പറയുന്നുണ്ട്. ഞാൻ എന്തിനാ വിളിച്ച് കാണിച്ചേ? അവരുടെ മുഖത്ത് മുഖം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നുണ്ട്. ഇതേ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ജിഷ എന്ന മാത്യു. ജിഷ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടെന്ന് പറയണം കേട്ടാ. കണ്ടിട്ടില്ല. എടാ എന്നാ ശരി. അപമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ പോട്ടെ. ആരും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു കൊടുത്തോളാം, കുഴപ്പമില്ല. എനിക്ക് പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഓക്കെ, അല്ലെ ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ തള്ളി കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് വിളിച്ചങ്ങ് അപമാനിച്ചു വിട്ടെ. ഞങ്ങൾ ഒരു വീട്ടിലാണ് നിൽക്കണേ. ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങള്? കണ്ടിട്ടൊക്കെ ഉണ്ടാവൂലേ? ഇല്ല, വെരി ഗുഡ്. കാണേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അതിമാത്രമൊന്നും ഇല്ല. ഇപ്പൊ ഇത്രയും നേരം കൊണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത്രയും നേരം കൊണ്ട് നിങ്ങളോട് ഇത്രയും പറഞ്ഞെങ്കിൽ എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? എന്ന് ചെന്നാൽ ഇതൊക്കെ തന്നെ കേൾക്കാവുള്ളൂ. ബാംഗ്ലൂരിന് ഏതോ ടീമിന് വേണ്ടി കളിച്ചിട്ടൊക്കെ ഉണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷെ പണ്ടാ, വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ. പിന്നെ ലിഗമെന്റ് ഒരു ഇഞ്ചറി വന്നപ്പോ ഇപ്പൊ ആർക്കും വേണ്ട. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ടീച്ചിങ് ഫീൽഡൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. അത്രേ ഉള്ളൂ. പ്രോ പ്ലെയർ ആയിരുന്നു കേട്ടോ പണ്ട്. ഇൻസ്റ്റാ പേജ് ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇഞ്ചറി വന്നാൽ പിന്നെ കളിക്കാതായതാ. ഓക്കെ ജിഷ, യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്.
ആള് സ്വയം ആളെ തന്നെ വിളിക്കുന്നവരാ കിങ് മനോജ്. ഇത് ചെയ്ത് കഴിഞ്ഞാ ഇത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആൻസർ കമന്റ് ആണ് എല്ലാരും. വട്ടവർ എന്ത് കിട്ടിയാലും കമന്റ് ചെയ്തേരെ. ആരെങ്കിലും ശരിയാക്കി നോക്കട്ടെ. തന്നെ ചെയ്യണം കേട്ടോ. അറിയാവുന്ന പോലെ തന്നെ ചെയ്തിട്ട് കമന്റ് ചെയ്താൽ മതി. എവിടെ നോക്കൊന്നും വേണ്ട. ഏഞ്ചൽ മരിയ ഓക്കെ, ശരിയാണ് ഉത്തരം. ഗുഡ്. ബിനി ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്തു. ആശിഷ് നീ ചെയ്യുന്നുണ്ടോ? ചെയ്യാണ്ടിരിക്കാന്നിട്ട് ആരും അറ്റ്ലീസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യാൻ. എന്തായാലും ഞാൻ ആൻസർ പറഞ്ഞു തരുമല്ലോ. അപ്പൊ നിങ്ങൾ ചുമ്മാ ചെയ്യാൻ നോക്ക. ചെയ്തു തരുമ്പോ ഓർമ്മ വരും നിങ്ങൾക്ക്. ഓക്കെ അബിൻ, ശരിയാണ്. കാർത്തിക കിട്ടിയാ? ചെയ്തോ. ആ കാർത്തിക കമന്റ് ചെയ്തോ. വർഷ ശരിയാണ്. പിന്നെ ശരിയാക്കി കിട്ടിയില്ലേ? കിട്ടിയവരൊക്കെ ഒന്ന് കമന്റ്. അലന, അക്ഷയ, ആശിഷ ചെയ്തിട്ട് കമന്റ് ചെയ്തേ. അഭിനവ്, ഫർസാന, അനന്യ, അൻഫിദ, ആദിദേവ്, സജ്ജ ഫാത്തിമ, ഗൗരി, കെവിൻ, നിഷ ചെയ്ത് കഴിഞ്ഞില്ല? ചെയ്യ പെട്ടെന്ന്. പിന്നെ ആരെവിടെ? സാന്ദ്ര, അമീഷ, അഭിനവ്. അഭിനവ് ചെയ്ത് കഴിഞ്ഞാണോ? ചെയ്യ. ഓക്കെ അനന്യ. നോക്കിയാലോ നമുക്കെന്നാ? ചെയ്തോണ്ടിരിക്കുന്നവരുണ്ടോ? ചന്ദ്ര ശരിയാണ്. ഉണ്ടോ? ഇനി ചെയ്ത് ചെയ്യാനുള്ളവരുണ്ടോ? ഉണ്ടേ പറഞ്ഞേ. ചെയ്തോണ്ടിരിക്കുന്നവരുണ്ടേ പറഞ്ഞേ, ഇല്ലെങ്കിൽ ഞാൻ ആൻസർ പറയാം. ഇല്ല, ഇതൊന്ന് നോക്കിക്കോ.
മനസ്സിലാക്കിച്ചേക്കട്ടെ. നോക്കി, 2 ബാഗിലുണ്ട് അല്ലെ, 2 ബാഗിലുണ്ട്. ആദ്യത്തെ ബാഗില് 3 റെഡ് ബോൾസും 4 ബ്ലാക്ക് ബോൾസും ആണ് ഉള്ളത്. അതുപോലെ രണ്ടാമത്തെ ബാഗിൽ എന്താണ് 5 റെഡും 6 ബ്ലാക്കും. അപ്പൊ ഇതുപോലെ 2 ബാഗ് ഇങ്ങനെ വരച്ചു വെച്ചിട്ട് തന്നിരിക്കുന്നത് എടുത്ത് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ തന്നെ ക്വസ്റ്റ്യൻ അത്രയും ഇമ്പോർട്ടന്റ് നമ്മുടെ കയ്യിലായി. നമ്മളത് വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മനസ്സിലേക്ക് നിൽക്കില്ല. വായിക്കുമ്പോഴേ ആദ്യത്തെ സെന്റൻസ് വായിക്കുമ്പോൾ അങ്ങനെ ഒരു ബോക്സ് വരച്ചത് ഇതൊക്കെ എഴുതി വെച്ചാൽ അത്രയും നമ്മുടെ കയ്യിലായി അല്ലെ. പിന്നെ അടുത്ത സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഡ്രോൺ ബോൾ റെഡ് ആണെന്ന് മനസ്സിലായി, സോറി ഡ്രോൺ ബോൾ ബ്ലാക്ക് ആണെന്ന് മനസ്സിലായി അല്ലെ. സെലക്ടഡ് ബോൾ ബ്ലാക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ എ എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്ത് എഴുതി, സെലക്ടഡ് ബോൾ ഈസ് ബ്ലാക്ക്. അതുപോലെ ഇവിടെ നമുക്ക് 2 ബോക്സുകളാണുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഇവന്റുകൾ കാണും, 2 ഇവന്റുകൾ കാണും അല്ലെ. 3 ബോക്സ് ഉണ്ടെങ്കിൽ എത്ര ഇവന്റ് കാണും, 3 ഇവന്റുകൾ കാണും. ഇവിടെ 2 ബോക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ 2 ഇവന്റുകൾക്ക് E1 ആൻഡ് E2 എന്ന് പേര് കൊടുത്തു. E1 എന്ന് പറയുന്നത് ബോക്സ് 1 ആയിട്ടും E2 എന്ന് പറയുന്നത് ബോക്സ് 2 ആയിട്ടും സാർ എടുത്തു. അതുപോലെ അങ്ങനെയെങ്കിൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം, നമുക്ക് നമ്മുടെ ബേസ് തിയറം ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം അല്ലെ. എന്ത് വേണം, P of E1 വേണം, P of E2 വേണം, അതുപോലെ P of A given E1 വേണം, P of A given E2 വേണം. P of E1 എന്ന് പറഞ്ഞാൽ അതായത് ഈ 2 ഇവന്റുകളില്ല, ആകെ ഈ 2 ഇവന്റുകൾ ഉള്ളൂ അല്ലെ. അതായത് ബോക്സ് 1 ബോക്സ് 2 ഉള്ളൂ. അതിൽ ബോക്സ് 1 കിട്ടാനുള്ള സാധ്യത എന്താണ്, 1/2 ആണ്. അതുപോലെ ബോക്സ് 2 കിട്ടാനുള്ള സാധ്യത P of E2 എന്താണ്, അതും 1/2 ആണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്തറിയാം, P of A given E1 നമുക്ക് എഴുതാം അല്ലെ. P of A given E1 നമുക്ക് വേണം എഴുതാം. A given E1 എന്ന് പറഞ്ഞാൽ എന്താണ്, E1 ൽ നിന്നാണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. E1 ൽ നിന്നാണ് എങ്കിൽ E1 ൽ നിന്ന് A കിട്ടാനുള്ള പ്രോബബിലിറ്റി, A എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലാക്ക്. ഓക്കെ, E1 ൽ നിന്നും ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ മൊത്തം 4 ഉണ്ട്, സോ 4/7. അതുപോലെ E2 ൽ നിന്നും A കിട്ടാനുള്ള സാധ്യത, E2 എന്ന് പറഞ്ഞ ബോക്സിൽ രണ്ടാമത്തെ ബോക്സിൽ നിന്നും ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6 ബ്ലാക്ക് ഉണ്ട്, മൊത്തം 11 ബോൾ ഉണ്ട്, സോ 6/11. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, P of E1 given A, അതല്ലേ നമ്മുടെ ബേസ് തിയറത്തിന്റെ ഇക്വേഷൻ. P of E1 given A എന്ന് ഞാൻ എഴുതാൻ കാരണം എന്താണ്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡ്രോൺ ബോൾ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് അല്ലെ. എടുത്ത ബോൾ ബ്ലാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ഗിവൺ കണ്ടീഷൻ എന്താണ്, ഗിവൺ A ആണ്, സെലക്ടഡ് ബോൾ ഈസ് ബ്ലാക്ക്. ഗിവൺ A നമ്മൾ ഓൾറെഡി എഴുതി. അതിന്റെ മുമ്പ് എഴുതുന്നതാണ് എന്ത്, നമ്മൾ കണ്ടുപിടിക്കാൻ പോണ ഏതിന്റെ പ്രോബബിലിറ്റി ആണോ അത്. ഓക്കെ, ഏതിന്റെ പ്രോബബിലിറ്റി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേ, ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ബ്ലാക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഗിവൺ A എന്ന് എഴുതി. ഓക്കെ, P of എന്തോ ഗിവൺ A എന്ന് നമ്മൾ എഴുതി അപ്പൊ തന്നെ. പിന്നെ നമുക്കറിയാം എന്താ, the probability that it was drawn from bag 1. ബാഗ് 1 എടുത്തത് ബ്ലാക്ക് ആണെങ്കിൽ അത് ബാഗ് 1 ൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്, ബാഗ് 1 നമ്മൾ എന്താണ് കൊടുത്തേക്കുന്നത്, E1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ P of E1 given A ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, P of E1 given A എങ്ങനെ വരും, P of E1 given A എന്ന് പറയുന്നത് നമുക്കറിയാം, നേരെ ഇക്വേഷൻ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു P of E1 given A എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചിടാൻ പറഞ്ഞു. അപ്പൊ എന്തായി, P of A given E1 ആയി, ഇൻറ്റു അടിയിൽ കിടക്കുന്നതിന്റെ പ്രോബബിലിറ്റി ഒന്നുകൂടെ എഴുതുക, P into E1, P of E1 ഡിവൈഡ് ബൈ എത്ര ഇവന്റ്സ് ഉണ്ട് അത്രയും ഇവന്റ്സിനെ നമ്മൾ ഈ ഒരു ഫോമിൽ എഴുതണം. ഓക്കെ, ഇവിടെ 2 ഇവന്റ്സ് ഉള്ളൂ, അതുകൊണ്ട് ആ 2 ഇവന്റ്സിനെ ഞാൻ അതേ ഫോമിൽ തന്നെ എഴുതി. അങ്ങനെ P of A given E1 into P of E1 plus P of A given E2 into P of E2. ഓക്കെ, ശേഷം എന്ത് എഴുതി, വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അപ്പറേ ഇവിടെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാത്തിനും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോലെ. A given E1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4/7 ആണ്, ഇൻറ്റു P of E1 എന്ന് പറയുന്നത് 1/2 ആണ്, ഡിവൈഡ് ബൈ വീണ്ടും 4/7 into 1/2 പ്ലസ് P of A given E2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6/11 ആണ്, അതും കൊടുത്ത് നമ്മൾ 6/11 into P of E2 എന്ന് പറയുന്നത് 1/2 ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, 4/7 into 1/2 എന്ന് പറയുമ്പോൾ 4/14 ആണ് മുകളിൽ അല്ലെ. അതുപോലെ ഇവിടെയും 4/14 പ്ലസ് 6/22 എന്ന് വരും. ഇവിടെ ചെയ്യുമ്പോൾ 6 into 1 6 ആണ്, 11 into 2 22 ആണ്. സോ നമുക്ക് 4/14 ഡിവൈഡ് ബൈ 4/14 പ്ലസ് 6/22 എന്ന് കിട്ടും. അവിടെ നമ്മൾ എന്ത് ചെയ്തു, 4നെയും 14നെയും കട്ട് ചെയ്തു, എന്ത് ചെയ്തു, 2/7 ആക്കി. അതുപോലെ ഇവിടെയും 4നെയും 14നെയും കട്ട് ചെയ്ത് 2/7 ആക്കി. ഇവിടെ 6നെയും 22നെയും കട്ട് ചെയ്ത് എന്ത് ചെയ്തു, 3യും 11 ആക്കി. ഓക്കെ, 2 വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, അപ്പൊ 3/11. പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടി, മുകളിൽ 2/7 അതുപോലെ തന്നെ എഴുതി. ഇവിടെ 11 into 2 എന്ന് പറയുമ്പോൾ 22, 7 into 3 എന്ന് പറയുമ്പോൾ 21. അപ്പൊ 22 plus 21 ഡിവൈഡ് ബൈ അടിയിൽ 7 into 11, that means 77. ഓക്കെ, which is equal to ഇത് 22 plus 21 എന്ന് പറഞ്ഞാൽ എത്രയാടാ, 43 ആണ് അല്ലെ. സോ നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ, അതായത് ഇവിടെ ഓൾറെഡി 2 ഫ്രാക്ഷൻസിന്റെ ഡിവിഷൻ ആണല്ലോ, അപ്പൊ നമ്മൾ ഇതിനെ താഴെയുള്ള ഫ്രാക്ഷൻ എടുക്കുമ്പോൾ എന്ത് വരും, അതിന്റെ റെസിപ്രോക്കൽ വരും, സൈൻ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ നമ്മൾ 2/7 മുകളിൽ കിടക്കുന്നതിന് അതുപോലെ തന്നെ എഴുതി, സൈൻ മാറി എന്തായി, മൾട്ടിപ്ലിക്കേഷൻ ആയി, ഇൻറ്റു 77/43 എന്ന് വരും. ഓക്കെ, ഇവിടെ 43/77 ആണെങ്കിൽ റെസിപ്രോക്കൽ എടുത്തപ്പോൾ 77/43. 7നെയും 77നെയും കട്ട് ചെയ്തപ്പോൾ എന്ത് വന്നു, 1ഉം 11ഉം വന്നു. സോ 11 into 2 എന്ന് പറയുന്നത് 22 ആണ്,
അടിയിൽ 43 ഉള്ളൂ. സോ 22 ഡിവൈഡ് ബൈ 43 എന്ന് എല്ലാവർക്കും കിട്ടിയാർന്നോ? കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടു. 22/43 കിട്ടിയിട്ടുണ്ട്. കമന്റ് ചെയ്യാത്തവരുടെ അവസ്ഥ എന്താ? എവിടെ കിട്ടാത്ത എവിടെയാണ്? എവിടെയാണ് തെറ്റിപ്പോയത്? തെറ്റിപ്പോയിട്ടാണോ അതോ ചെയ്യാൻ മറന്നുപോയിട്ടാണോ? മോഡൽ എക്സാമിന് ചോദിച്ചില്ലേ? ബേസ് തിയറം ചോദിച്ചില്ലേ? ഇല്ലേ? ചോദിക്കേണ്ടതായിരുന്നല്ലോ. ചോദിച്ചു. ഓക്കെ, ഗുഡ്. അപ്പൊ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എഴുതാൻ പറ്റിയായിരുന്നോ? മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാരത്തോണിൽ ഇൻക്ലൂഡ് ചെയ്യണോ? പറഞ്ഞേ. ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയിരുന്നോ? അത് മാരത്തോണിൽ വേണോ നിങ്ങൾക്ക്? എല്ലാ ക്വസ്റ്റ്യനും വേണ്ടല്ലോ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, ഇനി വേണ്ടല്ലോ. നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ അതിനകത്ത് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേണം മാരത്തോണിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊന്നുകൂടെ ചെയ്യാലോ നിങ്ങൾക്ക്. ശരിയാ, കാൽക്കുലേഷൻസിൽ തെറ്റി വന്നതാണ്, സാരമില്ല. ഓക്കെ, കുഴപ്പമില്ല, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം പോവാം. അടുത്ത ചോദ്യം പിടിച്ചോ. എഴുതി കഴിഞ്ഞാൽ അല്ലെ, ഇതാരും എഴുതിയെടുക്കാനില്ല. ഇനി എഴുതിയെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ. കിട്ടാത്തവരോ മിസ്റ്റേക്ക് പറ്റിയവരൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ. ഓക്കെ, അടുത്ത ചോദ്യം. A plus B A minus B കണ്ടുപിടിച്ചെങ്കിൽ രണ്ടാമത്തെ ചെയ്തോട്ടോ. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചോ. പെർപെൻഡിക്കുലർ ടു ബോത്ത് A plus B and A minus B.
9ാമത്തേക്ക് നിർത്താം. നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കണ്ടേ? 9ാമത്തെ ക്ലാസ് നിർത്തിയേക്കാം കേട്ടോ. പെട്ടെന്ന് ചെയ്തോ. കഴിഞ്ഞോ? നോക്കിയേ, ആൻസർ നോക്കോട്ടോ. എന്താണ് a പ്ലസ് ബി എന്ന് പറയുന്നത്? 2i പ്ലസ് 3j പ്ലസ് 4k ആണ് കിട്ടിയതാ വർഷ. ശരിയാണ്, 2i പ്ലസ് 3j പ്ലസ് 4k. അതുപോലെ a മൈനസ് ബി എത്രയാണ് കിട്ടിയതാ? മൈനസ് j മൈനസ് 2k ആണോ? ശരിയല്ലേ? യെസ്, ഓക്കെ. അങ്ങനെയെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടർ a പ്ലസ് വെക്ടർ b ആൻഡ് വെക്ടർ a മൈനസ് വെക്ടർ b. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടാൽ മതി? യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടാൽ പോരെ? വെക്ടർ a പ്ലസ് ബിയുടെയും വെക്ടർ a മൈനസ് ബിയുടെയും ക്രോസ് പ്രൊഡക്റ്റ് കണ്ടാൽ മതി. ഓക്കെ, ഇങ്ങനെ ചോദ്യം വന്നാൽ ഓർത്തോണം കേട്ടാ. രണ്ട് വെക്ടറുകൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കാണാം കേട്ടാ. അപ്പൊ ക്രോസ് പ്രൊഡക്റ്റ് വരുമ്പോ എന്ത് വരും? a പ്ലസ് ബി നമ്മുടെ ഉണ്ട്, അതുപോലെ a മൈനസ് ബി നമ്മുടെ ഉണ്ട്. പിന്നെ എന്ത് ചെയ്താൽ മതി? ഡിറ്റർമിനന്റ് കണ്ടാ പോരെ? i j k എന്ന് എഴുതി 2 3 4 അതുപോലെ 0 -1 -2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആ വെക്ടർ എന്ത് കിട്ടി? ക്രോസ് പ്രൊഡക്റ്റ് എടുത്തപ്പോൾ വെക്ടർ എന്ത് കിട്ടി? -2i പ്ലസ് 4j മൈനസ് 2k കിട്ടി. ഇത് കിട്ടിയായിരുന്നോ? കാർത്തിക കിട്ടിയായിരുന്നോടാ? ഓക്കെ, മിഷ കിട്ടി? അല്ലന്ന ചെയ്തായിരുന്നോ? കിട്ടിയോ? അതുപോലെ മുഹമ്മദ് ബാദിം ചെയ്തോ? പിന്നെ നമ്മൾ യൂണിറ്റ് വെക്ടർ ആണ് എന്ത് ചെയ്യും? വെക്ടർ എ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് വെക്ടർ എ എന്ന് പറയും അല്ലെ. അപ്പോൾ എന്ത് ചെയ്യാം? വെക്ടർ എ നമ്മൾ തന്നിരിക്കുന്ന വെക്ടർ എടുത്ത് എഴുതുക. വെക്ടർ ഏതാണ്? -2i പ്ലസ് 4j മൈനസ് 2k. അതുപോലെ എഴുതി ഡിവൈഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് ഐഡിയും ജെയുടെയും കെയുടെയും കൂടെയുള്ള വാല്യൂസിന്റെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്താൽ പോരെ? റൂട്ട് ഓഫ് -2 സ്ക്വയർ അല്ലെ, പിന്നെ പ്ലസ് 4 സ്ക്വയർ, പിന്നെ -2 സ്ക്വയർ. അപ്പൊ എത്ര കിട്ടി നിങ്ങൾക്ക്? ഇത് ചെയ്ത് കിട്ടിയായിരുന്നു എല്ലാവർക്കും? ശരിയാ കിട്ടി? ഓക്കെ, ഗുഡ്. അപ്പോൾ നമുക്ക് ആ വെക്ടർ നമ്മൾ അതുപോലെ എഴുതി -2i പ്ലസ് 4j മൈനസ് 2k എന്ന് എഴുതി. അടിയിൽ എന്ത് തോന്നുന്നു? -2 സ്ക്വയർ 4 ആണ്, 4 സ്ക്വയർ 16 ആണ്. അപ്പൊ 4 + 16 20 ആയി. പിന്നെ -2 സ്ക്വയർ വീണ്ടും 4, അപ്പൊ √24 എന്ന് കിട്ടി. ഓക്കെ, √24 നമുക്ക് എങ്ങനെ എഴുതാം? √24 എങ്ങനെ എഴുതാം? √6 × 4 എന്ന് എഴുതാൻ വരെ. ആ 4ന്റെ √4 പുറത്തെടുക്കുമ്പോൾ 2, പിന്നെ √26 ഉള്ളൂ അല്ലെ. 2√6 എന്ന് വരും. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ √24നെ 2√6 എന്ന് എഴുതിയത് കേട്ടാ. 2√6 × ആ വെക്ടർ 1/2√6 × -2i പ്ലസ് 4j മൈനസ് 2k. ഞാൻ ആ 2 പുറത്ത് കിടക്കുന്നതിനെ വെച്ച് ഡിവൈഡ് ചെയ്തു എല്ലാ ടൈമിനെയും. അപ്പൊ എന്ത് തോന്നുന്നു? -2i എന്നുള്ളത് -i ആയി, പ്ലസ് 4j എന്നുള്ളത് 2j ആയി, -2k എന്നുള്ളത് -k ആയി. ഓക്കെ, ആ 2√6 എന്നല്ലായിരുന്നു, ആ 2 വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്തു മൊത്തം. ഓക്കെ, എഴുതിയെടുത്താ? കിട്ടാത്തവരാ? ഓക്കെ, പക്ഷേ അത് കുഴപ്പമില്ല. പക്ഷേ ഇവിടം വരെ എഴുതി നിർത്തിയാലും കുഴപ്പമില്ല കേട്ടോ. ഇവിടം വരെ എഴുതി നിർത്തിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. കുഴപ്പമില്ല, ഞാൻ ചെറുതാക്കി കുറച്ചുകൂടെ ഒന്ന് ഇതാക്കി എഴുതിയതുള്ളൂ. ഓക്കെ, ഇവിടം വരെ എഴുതിയാലും ശരിയാണ്, കറക്റ്റ് ആണ്. യെസ്, അക്ഷയ മതി. അതുപോലെ ബാക്കി വേറെ ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? ബിനി കിട്ടിയോ? ഫർസാന കിട്ടിയോ? ഏഞ്ചൽ മരിയ കിട്ടിയില്ലെങ്കിൽ എഴുതിയെടുക്കണം കേട്ടോ. വരുണ എഴുതിയെടുത്തേ. വരുണ കിട്ടിയില്ല എന്നല്ല, കിട്ടിയില്ലെങ്കിൽ എഴുതിയെടുക്കാൻ ഉദ്ദേശിച്ചു. ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നോക്കിക്കോ, ലാസ്റ്റത്തെ സെക്ഷൻ. പെട്ടെന്ന് ചെയ്തോ. ഓരോന്നും ചെയ്തേ.
നോക്കിയാലോ, നോക്കാം. നോക്കിയാ ഓരോ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ ആദ്യത്തെ e raised to tan inverse x by 1 plus x square dx. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് മെത്തേഡ് ആണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കാരണം എന്താണ്, tan inverse x ന്റെ ഡെറിവേറ്റീവ് അവിടെ കിടപ്പുണ്ട് 1 by 1 plus x square അല്ലേ, കിടപ്പുണ്ട് നമ്മുടെ കയ്യില് ക്വസ്റ്റ്യനിൽ തന്നെ കിടപ്പുണ്ട്. എന്താ ഫംഗ്ഷൻ നോക്കണം, ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഉണ്ടോ നോക്കിയാൽ അതുണ്ടെങ്കിൽ എന്ത് ഉറപ്പിക്കാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ u is equal to tan inverse x എന്ന് കൊടുത്തു. അങ്ങനെയെങ്കിൽ du by dx എന്തായിരിക്കും, 1 by 1 plus x square ആണ് അല്ലേ. അങ്ങനെ du എന്തെന്ന് കിട്ടി, 1 by 1 plus x square into dx എന്ന് കിട്ടി. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യില് u ഉണ്ട്, du ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തോന്നു, ഇന്റഗ്രൽ എന്ത് വന്നു, e raised to tan inverse x അല്ലെ. അപ്പൊ എന്തോന്നു, e raised to u എന്ന് വന്നു. u എന്താണ്, നമ്മുടെ tan inverse x ആയിട്ട് എടുത്തു, ഇൻറ്റു പിന്നെ എന്തൊക്കെയാ മിച്ചോള്, ഒരു 1 by 1 plus x square into dx ഉണ്ടല്ലേ, അതെന്താണ്, അത് du ആണ്, അതും കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇന്റഗ്രൽ e raised to u into du എന്ന് നമുക്ക് കിട്ടി അവിടെ. അപ്പോൾ e raised to x ന്റെ ഇന്റഗ്രൽ വാല്യൂ എന്താണ്, e raised to x plus c ആണ്. അതുകൊണ്ട് ഇവിടെ ഇന്റഗ്രൽ എടുത്തപ്പോൾ എന്ത് കിട്ടി, e raised to u plus c എന്ന് കിട്ടി. e raised to u എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ u ന്റെ വാല്യൂ എന്താണ് നമ്മൾ എടുത്തേക്കണേ, tan inverse x. സോ e raised to tan inverse x plus c. ഓക്കെ, കിട്ടിയായിരുന്നു എല്ലാവർക്കും, അത് കിട്ടി. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ചോദ്യം എന്താണ്, 1 by ഇന്റഗ്രൽ ഓഫ് 1 by x plus x log x dx അല്ലെ. ഇന്റഗ്രൽ ഓഫ് 1 by x plus x log x dx. ഇവിടെ നമുക്ക് താഴെയുള്ളതിന് 2x ഉണ്ട് അല്ലെ, രണ്ടിടത്തും x ഉണ്ട്. അപ്പൊ x കോമൺ ആയിട്ട് പുറത്തെടുക്കാലോ. അപ്പൊ എങ്ങനെ വരും, 1 by x into 1 plus log x വരില്ലേ. ഓക്കെ, ഇവിടെ രണ്ട് ടേംസ് ഉണ്ട്, ഒന്ന് x ഒന്ന് x log x. x plus x log x എന്ന് പറയുമ്പോൾ രണ്ട് ടേം അല്ലേ, അത് രണ്ടിൽ x കോമൺ ആയതുകൊണ്ട് നമ്മൾ x നെ പുറത്തോട്ട് എടുത്തു. അപ്പൊ അവിടെ എന്ത് വന്നു, x into 1 plus log x dx വന്നു. ഓക്കെ സാന്ദ്ര, ഓക്കെ. ഇനി നിങ്ങൾ നോക്കിക്കേ, നമുക്ക് അകത്തോടെ ഒരു ഫംഗ്ഷൻ log x ന്റെ ഡെറിവേറ്റീവ് ഇവിടെ തന്നെ ഇല്ലേ. log x ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 1 by x ആണ് അല്ലേ. അത് നമ്മുടെ ഉണ്ട്, 1 by x നമ്മുടെ ഉണ്ട്, കണ്ടോ, അത് തന്നെ കിടപ്പുണ്ട്. സോ നമുക്ക് ഇവിടെ എന്താണ് യൂസ് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാം. സോ u is equal to നമ്മൾ എന്തെടുത്തു, 1 plus log x എടുത്തു. ഓക്കെ, ഏതിന്റെ ഡെറിവേറ്റീവ് ആണോ കിടക്കുന്നത് അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ 1 plus log x എന്ന് പറഞ്ഞ ടേമിന്റെ അല്ലേ ഡെറിവേറ്റീവ് പുറത്ത് കിടക്കണേ, എന്താണ് 1 by x. നേരത്തെ എടുത്തത് ഏതായിരുന്നു, u tan inverse x എടുത്തത്. കാരണം എന്താ, tan inverse x ന്റെ ഡെറിവേറ്റീവ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു 1 by 1 plus x square. ഓക്കെ, അപ്പൊ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ടേമിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്തായിട്ട്, u ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ du by dx എടുക്കുമ്പോൾ എന്ത് വരും, log x ന്റെ ഡെറിവേറ്റീവ് 1 by x എന്ന് വരും. അപ്പോൾ du എന്ത് വരും, 1 by x into dx എന്ന് വരും. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളായില്ലേ. അപ്പോൾ നമ്മൾ ഇന്റഗ്രൽ ഓഫ് എന്ത് വരും, 1 by u into du. 1 by u എന്ന് കൊടുക്കാൻ കാരണം എന്താണ്, ഇവിടെ 1 by ആണ് 1 plus log x. 1 by 1 plus log x ആയിട്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുത്തു, 1 plus log x u ആണെങ്കിൽ പോലും നമ്മൾ 1 by u എന്ന് കൊടുത്തു, ഇൻറ്റു പിന്നെ എന്തൊക്കെയുണ്ട്, ഒരു 1 by x dx ഉണ്ടല്ലേ ഇവിടെ, 1 by x dx. അതെന്താണ്, അത് നമ്മുടെ du ആണ്. ഓക്കെ, സോ ഇന്റഗ്രൽ ഓഫ് 1 by u into du എന്ന് വന്നു. നമ്മൾ എന്ത് ചെയ്തു, 1 by x ന്റെ ഇന്റഗ്രൽ വാല്യൂ എന്താ, 1 by x ന്റെ log u ആണ്. അപ്പൊ ഇവിടെ log mod u plus c എന്ന് നമുക്ക് കിട്ടി. സോറി, 1 by x ന്റെ log x ആണ്, 1 by u ന്റെ log mod u plus c. അപ്പൊ നമുക്ക് u എന്താ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണേ, 1 plus log x എന്നല്ലേ നമ്മൾ എടുത്തേക്കണേ u. സോ log 1 plus log x plus c. ഓക്കെ, അതും സെറ്റ് അല്ലേ, കിട്ടിയില്ലേ, കിട്ടിയാർന്നോ, ആരും കിട്ടിയെന്ന് പറയാത്ത എന്താ, കിട്ടി കാണും അല്ലേ. ഓക്കെ, അടുത്തത് എന്താണ്, x square minus 6x minus 7 അല്ലേ. നോക്കിയേ, എന്താണ് ഇന്റഗ്രൽ ഓഫ് dx by x square minus 6x minus 7 അല്ലേ ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾ ഈ x square minus 6x minus 7 എടുത്തു ആദ്യം അല്ലേ. ഒരു സെക്കൻഡ് ഡിഗ്രി ആണ് അടിയിൽ വന്നേക്കുന്നത്, ഡിനോമിനേറ്ററിൽ വന്നേക്കുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ആണ്. അതിനെ ആദ്യം എടുത്തോണം. ഓക്കെ, എടുത്തു, നമ്മള് കയ്യിലെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ എക്സിന്റെ ടൈം നോക്കും, എക്സിന്റെ കോഎഫിഷ്യന്റ് നോക്കും, എത്രയാണ്, 6 ആണ് അല്ലെ. അതിന്റെ പകുതി എടുത്തിട്ട് സ്ക്വയർ എടുക്കും നമ്മള്. എക്സിന്റെ കോഎഫിഷ്യന്റെ പകുതി എടുത്ത് സ്ക്വയർ എടുക്കും. ഇവിടെ പകുതി എത്രയാണ്, 3 ആണ് അല്ലെ. എന്നിട്ട് 3യുടെ സ്ക്വയർ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എങ്ങനെ വരും, x square minus 6x plus 3 square minus 7 അവിടെ ഉള്ളതാണ്, അതുപോലെ തന്നെ എഴുതി -7. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഒരു -3 square കൂടെ ഇട്ടു. ഓക്കെ, നമ്മൾ വെറുതെ +3 square എഴുതിയെങ്കിൽ എന്ത് ചെയ്യണം, അത് മൈനസും ചെയ്ത് കളയണം. ഓക്കെ, അപ്പൊ x square minus 6x plus 3 square minus 7 minus 3 square നമുക്ക് കിട്ടി. ഈ ഇവിടെ നോക്കി, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, x square minus 6x plus 3 square എങ്ങനെ എഴുതാം, ഇവിടെ x square റൂട്ട് എടുക്കുക, x എഴുതി. ഓക്കെ,
നടുക്ക് ഏതാണ് ചിഹ്നം നോക്കുക, അതായത് എക്സ് സ്ക്വയർ കഴിഞ്ഞിട്ട് ഏതാ ചിഹ്നം നോക്കുക, അത് ഇടുക, മൈനസ്. ലാസ്റ്റത്തെ മൂന്നാമത്തെ ടേം ഏതാണ്, 3 സ്ക്വയർ ആണ്, അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും, 3 വരും. സോ എക്സ് മൈനസ് 3 ഓൾ സ്ക്വയർ ഇടാം. എന്താണ് എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 3 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് മൈനസ് 3 ഓൾ സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് ഇവിടെ എത്രയാണ്, 7 ഉണ്ട്, അതുപോലെ മൈനസ് 9 ഉണ്ട്. മൈനസ് 9 മൈനസ് 7 എന്ന് പറയുന്നത് മൈനസ് 16 ആണ്. ഓക്കെ, സോ ഇപ്പൊ ഏത് ഫോം ആയി, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇന്റഗ്രൽ ഡി എക്സ് ബൈ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതി, എക്സ് മൈനസ് 3 ഓൾ സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് അറിയും. ഇത് ഏത് ഫോമിലാണ്, ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോമിലല്ലേ, അല്ലേ? നമുക്ക് അതിന്റെ ഇക്വേഷൻ അറിയാലോ, എന്താണ് ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1 ബൈ 2a log x മൈനസ് എ ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. ഓക്കെ, 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിന്റെ ഫോർമുല പഠിച്ചോ, ഇപ്പൊ തന്നെ പഠിച്ചോ. 1 ബൈ 2a log mod x മൈനസ് എ ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി എന്ന് വരും. ഓക്കെ, അപ്പൊ 1 ബൈ 2a, a എത്രയാണ് ഇവിടെ നമുക്കറിയാം, a എന്ന് പറയുന്നത് 4 ആണ്. സോ 1 ബൈ 2 into 4 എന്ന് പറയുമ്പോൾ 1 ബൈ 8 into log x മൈനസ് a എന്ന് പറയുമ്പോൾ ഇവിടെ x എന്താണ് നമ്മുടെ, x മൈനസ് 3 ആണ് നമ്മുടെ x. അപ്പൊ x മൈനസ് 3 മൈനസ് 4 എന്ന് വരും, a 4 ആണല്ലോ, ഡിവൈഡ് ബൈ x പ്ലസ് a എന്ന് പറയുമ്പോൾ x മൈനസ് 3 പ്ലസ് 4. സോ നമുക്ക് അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ 1 ബൈ 8 log x മൈനസ് 7 ഡിവൈഡ് ബൈ x പ്ലസ് 1 പ്ലസ് 3 എന്ന് വരും. ഓക്കെ, കിട്ടിയേ, 3 കിട്ടി, അമീഷ കിട്ടിയല്ലേ? ഓക്കെ, എല്ലാവർക്കും കിട്ടിയായിരുന്നല്ലോ, ഗുഡ്. അങ്ങനെയെങ്കിൽ എടുത്തിട്ട് പോയാലോ, അല്ല എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ എഴുതിയെടുത്തോ കേട്ടോ. എഞ്ചൽ മേരിക്ക് കിട്ടിയായിരുന്നോ? ഓക്കെ, അഭിനവയെ കിട്ടിയായിരുന്നോ? അനന്യ ഓക്കെ കിട്ടി. അടുത്ത ചോദ്യം പിടിച്ചോന്നാ, തന്നെ ചെയ്തോളില്ലേ, ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ലാസ്റ്റത്തെ ബ്രാക്കറ്റ് തുറന്നില്ല കുഴപ്പമുണ്ടോ? സെനിയ എവിടെയാണ്, സെനിയ ബ്രാക്കറ്റ് തുറന്നില്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചത് ഏതാണ് ലാസ്റ്റത്തെ, ഏത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണോ, ഇതാണോ എക്സ് സ്ക്വയർ മൈനസ് 6x ആണോ? ഇത് ഈ മോഡുലസ് തുറന്നില്ല കുഴപ്പമുണ്ടോന്നാണോ? മോഡുലസിൽ എഴുതണം നമ്മളത്, ഇതാണോ ഉദ്ദേശിച്ചത് സിനിയ? ഞാൻ മ്യൂട്ട് ചെയ്യണോ? സിനിയ പറഞ്ഞോ. ഏതാ 1 ബൈ 8 log ആ ഓ ബ്രാക്കറ്റ് ഇട്ടാണ് എഴുതിയേ, ആ കുഴപ്പമില്ല, മോഡുലസ് ആട്ടോ. അല്ല ബ്രാക്കറ്റ് ഇട്ട് എഴുതാൻ അല്ല കുഴപ്പമില്ല, അല്ല ഈ എക്സ് മൈനസ് എ എന്നുള്ളത് എക്സ് ബ്രാക്കറ്റ് ഇട്ടെന്നാണ് പറയണേ, എക്സ് മൈനസ് 3 എന്നുള്ള ബ്രാക്കറ്റിൽ ഇട്ടോ. ആ എക്സ് മൈനസ് 3 മൈനസ് 4, അതുപോലെ എക്സ് മൈനസ് 3 പ്ലസ് 4, അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് സെയിം തന്നെയാണല്ലോ കിട്ടുന്നത്. ഓക്കെ, അവിടെ ബ്രാക്കറ്റ് വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ആ അവിടെ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യം വന്നില്ല. ഫോർ എക്സാമ്പിൾ ബ്രാക്കറ്റ് ഇടേണ്ട കേസുകളിൽ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും പ്രശ്നമാണ്. ഇവിടെ ഇപ്പൊ നമുക്ക് ബ്രാക്കറ്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും ആൻസർ മാറുന്നില്ല, സെയിം ഉത്തരം തന്നെ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇടാത്തെ. ഓക്കെ ശരി, യെസ്. അപ്പൊ അങ്ങനെയാണ് അടുത്ത ചോദ്യം, അല്ല അടുത്ത ചോദ്യം നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇതല്ലേ, ചെയ്തു നിങ്ങൾ തന്നെ ചെയ്തോട്ടോ. ഒരു ചോദ്യം ഇതുകൊണ്ട്, അതുപോലെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ തന്നെ ചെയ്തോളല്ലേ, എളുപ്പമല്ലേ, സമയം എടുക്കും ഒത്തിരി, അതുകൊണ്ടാണ് പറഞ്ഞത്. എ ഇൻവേഴ്സ് കാണണം, അറിയാലോ, എക്സിന്റെ വൈ ഡി സെറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. എ ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ, അറിയാലോ. ഓക്കെ, കുഴപ്പമില്ല, തന്നെ ചെയ്തോളല്ലേ. അപ്പൊ ഇത് എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഈ ചോദ്യം ചെയ്തു നിങ്ങളിപ്പം.
എങ്ങനെയാണ് ഫൈൻഡ് ഇന്റഗ്രൽ 3x - 1 ഡിവൈഡ് ബൈ x - 1 into x - 2 അല്ലെ? ഏത് മെത്തേഡിലാണ് നിങ്ങൾ ചെയ്യുന്നത്? മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അല്ലെ? അങ്ങനല്ലേ ചെയ്യുന്നേ? എങ്ങനെ വരും? 3x - 1 ഡിവൈഡ് ബൈ x - 1 into x - 2 dx അല്ലെ? is equal to a by x - 1 plus b by x - 2. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ത്രൂ ഔട്ട് x - 1 into x plus x - 1 into x - 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് 3x - 1 ഈക്വൽ ടു a into x - 1 into x - 2 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ എന്ത് വരും? a into x - 2 പ്ലസ് b into x - 1 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം അല്ലെ? എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് x ന് 2 എന്ന് കൊടുക്കാം. x is equal to 2 എന്ന് കൊടുക്കുമ്പോൾ എന്ത് വരും? 6 - 1 5 എന്ന് വരും, which is equal to a into 2 - 2 ഇവിടെ 0 ആയി പോയി, പ്ലസ് b into 2 - 1 എന്ന് പറയുമ്പോൾ b എന്നും വരും. സോ നമുക്ക് എന്ത് കിട്ടി? b equal to 5 എന്ന് കിട്ടി. ഓക്കെ, നിങ്ങൾ ചെയ്തോട്ടോ, തന്നെ ചെയ്തോ, ഞാൻ ഇവിടെ ആൻസർ കൂടെ എഴുതിയിട്ടേക്കുന്നുള്ളൂ. അതുപോലെ പിന്നെ നമുക്ക് എന്താണ്? എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ എ കണ്ടുപിടിക്കാം? എക്സിന് 1 ഇട്ട് കൊടുത്താൽ എ കണ്ടുപിടിക്കാം അല്ലെ? x is equal to 1 എന്ന് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് വരും? 3 - 1 2 എന്ന് കിട്ടും. 2 is equal to ഇവിടെ 1 കൊടുക്കുമ്പോൾ 1 - 2 എന്ന് പറയുമ്പോൾ മൈനസ് എ വരും അല്ലെ? മൈനസ് എ. therefore a is equal to എന്ത് വരും? -2 എന്ന് നമുക്ക് കിട്ടും. എയുടെ വാല്യൂ -2 എന്ന് കിട്ടി. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 3x - 1 by x - 1 into x - 2 is equal to a by integral a by x - 1 plus b by x - 2. ഇങ്ങനെയാണല്ലോ. അപ്പൊ എങ്ങനെ വരും? a നമുക്ക് കിട്ടി -2 ആണ്. സോ -2 by x - 1 dx പ്ലസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. ഇന്റഗ്രൽ b by b അല്ല, നമുക്ക് b5 എന്ന് കിട്ടിയല്ലോ അല്ലെ? സോ 5 by എന്ത് കിട്ടും? 5 by x - 2 എന്ന് കിട്ടും. യെസ്, ആ -2 പുറത്തോട്ട് എടുത്താൽ എന്തുണ്ട്? 1 by x - 1 അല്ലെ? 1 by x ന്റെ എന്താണ് ഇന്റഗ്രല്? log x ആണ്. അപ്പം 1 by x - 1 ന്റെ എന്താണ്? log mod x - 1 വരും. ശരിയല്ലേ? അപ്പൊ -2 നമ്മൾ ഓൾറെഡി പുറത്തോട്ട് എടുത്തു. പിന്നെ എന്തുണ്ട്? log പിന്നെ ബാക്കിയുള്ള ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ log mod x - 1 എന്ന് കിട്ടില്ലേ? പ്ലസ് ഇവിടെയും നമ്മൾ 5 നെ പുറത്തെടുത്താൽ പിന്നെ അവിടെ മിച്ചം എന്തുണ്ട്? കാണത്തില്ലേ? താഴത്തോട്ട് എഴുതരാം. -2 log mod x - 1 plus 5 log mod x - 2 plus 3 കേട്ടോ. കാണാൻ മേലെ ഞാൻ പുറത്തോട്ടിരിക്കാം. എളുപ്പല്ലേ? കിട്ടാത്തവരുണ്ടതാ? ഓക്കെ, അതുപോലെ അടുത്തത് ഇവാലുവേറ്റ് 0 to π/2 sin x dx എന്ത് വരും? ഇത് ചെയ്ത് കഴിഞ്ഞാ ഇത് കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്യാൻ ഏത് വന്നാലും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല, വലിയ പാടുണ്ടാവില്ലല്ലോ. ഓക്കെ, ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ കേട്ടോ, ഐഡന്റിഫൈ ചെയ്തെടുക്കണം. കാണുമ്പോഴേ അറിയാലോ. ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, നോട്ട് ചെയ്തു. സെറ്റ്. ഓക്കെ, അടുത്ത എന്താ? 0 to π/2 sin x dx അല്ലേ? ഇന്റഗ്രൽ 0 to π/2 sin x dx എന്ത് കിട്ടി? കിട്ടിയാ? sin x ന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് കോസ് എക്സ് ലിമിറ്റ് ഉള്ളതുകൊണ്ട് 0 to π/2 നമ്മൾ ഇട്ട് കൊടുത്തു അല്ലെ? അപ്പൊ എന്ത് വന്നു? നമുക്ക്
π/2 അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ മൈനസ് കോസ് എക്സിന്റെ സ്ഥാനത്ത് π/2 കൊടുത്തു. പിന്നെ എന്തോന്നു പ്ലസ് മൈനസ് കോസ് എക്സ് 0 ഇട്ട് കൊടുക്കുമ്പോൾ കോസ് 0 അല്ലെ. എന്തുകൊണ്ട് പ്ലസ് വന്ന മൈനസും പ്ലസ് ആയതാണ് കേട്ടോ. അപ്പൊ എന്തോന്നു മൈനസ് കോസ് π/2 എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് π/2 0 ആണ്. അതുകൊണ്ട് തന്നെ -0 പ്ലസ് കോസ് 0 എന്ന് പറയുന്ന 1 ആണ്. ഓക്കെ, സോ 1 എന്ന് കിട്ടിയാ? രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞില്ലേ? സോ ഇത് ഡൗട്ട് ഇല്ല? ഡൗട്ടിന്റെ ചോദിച്ചോ? ഇല്ല. അപ്പം ഈ ഒരു ചോദ്യം കൂടെ ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗ്രാഫ് വരയ്ക്കാനുള്ളൂ. ഇതും കൂടെ നിങ്ങളൊന്ന് തന്നെ ചെയ്യണം. വരച്ചിട്ട് പോകണം കേട്ടോ. ഇതും കൂടെ വരച്ച് നോക്കണം. ചെയ്യാതല്ലോ. 2 പോയിന്റ്സ് കിട്ടിയാൽ ഒരു ലൈൻ വരയ്ക്കാം. പിന്നെ നമ്മൾ ഓരോ ഇക്വേഷൻ എടുക്കാം. ഈ ഇക്വേഷൻ എടുക്കുമ്പോൾ 2 പോയിന്റ് കിട്ടും, ഇതെടുക്കുമ്പോൾ 2 പോയിന്റ് കിട്ടും. ആ 2 ലൈനുകൾ അങ്ങ് വരയ്ക്കുക. കോമൺ ആയിട്ടുള്ള റീജിയൻ അങ്ങ് ഷെയ്ഡ് ചെയ്യുക അല്ലെ. ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക? കോർണർ പോയിന്റ്സ് കണ്ടുപിടിച്ച് ഇസഡിലെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ പാടുന്നില്ല. അടുപ്പല്ലേ? അത് ചെയ്തോളല്ലേ? ഓക്കെ. അപ്പോ നമുക്ക് അത്രേ ഉള്ളൂ. ഒരു 20 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളൂ അല്ലെ. ഏകദേശം 20 ക്വസ്റ്റ്യനോളം ഉള്ളൂ. എന്തായാലും ഇത് കുട്ടി ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അവസാനം കിടപ്പുണ്ടാവും. സോ നമുക്ക് സെക്ഷൻ നിർത്തിയാലോ? 9 വരെ എടുക്കുന്നില്ല, നിങ്ങൾക്ക് ഇനി പഠിക്കാലോ. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരു ചെറിയ ഒരു ഫീഡ്ബാക്ക് തന്നെ നിങ്ങൾ കേട്ടോ. എല്ലാരും എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ബോക്സ് കമന്റ് ചെയ്ത്. ഇവിടെ ഉള്ളവരെല്ലാം ഇപ്പൊ ക്ലാസ്സിൽ കുറവാണ് ആൾക്കാരെങ്കിലും ഉള്ളവരിപ്പോ തൽക്കാലം കമന്റ് ചെയ്യുക കേട്ടാ. ഇത്രയും നാൾ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറ. എങ്ങനെ ഉണ്ടായിരുന്നു? അമൃത മിസ് മാറി പെട്ടെന്ന് സാർ വന്നപ്പോ എന്താ ബുദ്ധിമുട്ടുണ്ടായത്? അതുണ്ടെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ, എന്തായാലും ഇയറിന്റെ ഇടയ്ക്ക് വെച്ച് ഒരു ടീച്ചർ മാറാന്ന് എന്തായാലും ബുദ്ധിമുട്ടുള്ള ഒരു കേസ്, അത് ഞങ്ങൾക്കറിയാം. സോ അതുകൊണ്ട് അമൃത മിസ് മാക്സിമം നോക്കി അല്ലെ. മാക്സിമം 9ാം മാസം അല്ലെങ്കിൽ 8ാം മാസം ആവുന്നോളം വരെ അമൃത മിസ് നിങ്ങളുടെ കൂടെ നിന്നു, ക്ലാസ്സിൽ ഉണ്ടായിരുന്നു അല്ലെ. ഇട്ടിട്ട് പോയില്ല. പക്ഷെ എന്ത് ചെയ്യാം, ആ പ്രഗ്നൻസി ആ ഒരു മന്ത് ആയപ്പോഴാണ് ആള് ഇറങ്ങിയത്. നിവൃത്തിയില്ല, വേറെ നിവൃത്തി ഇല്ലാണ്ട് വന്നുകൊണ്ടാണ് നമ്മള് ഇയർ എൻഡിൽ വെച്ച് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു അക്കാഡമിക് ഇയറിൽ തന്നെ നമ്മളൊരു ചേഞ്ച് വരുത്തിയത്. ഞാൻ മാറാൻ കാരണം, അല്ലെങ്കിൽ ടീച്ചർ മാറി ഞാൻ വരാൻ കാരണം. സോ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ, എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് തന്നെ നിങ്ങൾ പറ. എല്ലാവരും കമന്റ് ചെയ്തിട്ട് പോകാട്ടെ. എല്ലാവരും കമന്റ് ചെയ്തിട്ടേ പോകാളെ. ഞാൻ തന്നെ വായിച്ചോളാം. കമന്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ലീവ് ചെയ്യാം. പോയിരുന്നു പഠിച്ചോ, ഫിസിക്സ് പഠിച്ചോ കേട്ടോ. ഓക്കെ, കാർത്തികേ, അർജുൻ, ഓക്കെടാ, ഞാൻ വായിച്ചോളാം കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, വലിയ പാരഗ്രാഫ് ഒന്നും വേണമെന്നില്ല. എങ്കിലും ഇനി പാരഗ്രാഫ് എഴുതണം എന്നുള്ളവർക്ക് എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഇപ്പം എഴുതാൻ മടിയുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഒറ്റ സെന്റൻസ് ആണെങ്കിലും മതി. ഓക്കെ, കാരണം ഇനിയിപ്പം നിങ്ങളുടെ മാരത്തോണിൽ ഞാൻ വന്നെന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, സിനിയ ഓക്കെ, നിവേദ്, സാൻമരിയ ഓക്കെ. ഓക്കെ അനന്യ, അക്ഷയ ഓക്കെ. നെഗറ്റീവായിട്ട് ആരും പറഞ്ഞില്ലല്ലോ, എല്ലാരും പോസിറ്റീവ്സ് ആണ്. ഓക്കെ ഓക്കെ, ചെയ്ത് കഴിഞ്ഞവർക്ക് ഫീഡ്ബാക്ക് അറിയിച്ചവർക്ക് പോവാട്ടോ. കാണാം. ഓക്കെ സന്ദ്ര, നിഷ ഓക്കെ. ഓക്കെ, ഞാൻ കമന്റ് ചെയ്യാനില്ല.
യെസ്. ഓക്കെ, അപ്പൊ എല്ലാരും ലീവ് ചെയ്തോ കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ് ടാറ്റാ.